ഓം കർപ്പണ്യദോഷോപഗതസ്വഭാവകക്ഷാമിത്തം ധർമ്മസമൂഢചേതക ശ്രേയസ്യാനിശ്ചിതം രോഹിതന്മേ ശിഷ്യസേഹം ചാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ഗീതയിൽ 11-ാം അധ്യായം വിശ്വരൂപ ദർശന യോഗത്തിലെ 15 ശ്ലോകങ്ങൾ വരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. ഇന്ന് 16-ാമത്തെ ശ്ലോകം തൊട്ടാണ് നോക്കേണ്ടത്. അനേക ബാഹൂദര വക്രനേത്രം പശ്യാമിത്വാം സർവതോ അനന്തരൂപം ന അന്തം ന മധ്യം ന പുനഃസ്ഥവാദീം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. അനേക ബാഹു ഉദരം വക്രനേത്രം, അനേക കൈകളും ഉദരങ്ങളും വായുകളും കണ്ണുകളുമുള്ള അനന്തരൂപം ത്വാം, അവസാനമില്ലാത്ത രൂപങ്ങളോട് കൂടിയ സർവത പശ്യാമി, അവസാനമില്ലാത്ത രൂപങ്ങളോട് കൂടിയവനായിട്ട് അങ്ങേ എല്ലായിടത്തും ഞാൻ കാണുന്നു. വിശ്വേശ്വര വിശ്വരൂപ, വിശ്വേശ്വരനും വിശ്വരൂപം ധരിച്ചവനുമായ ഭഗവാനെ തവ ആദി മധ്യം പുന അന്തം ന പശ്യാമി, അങ്ങയുടെ ആദിയെയും മധ്യത്തെയും പിന്നെ അവസാനത്തെയും ഞാൻ കാണുന്നു തന്നെയില്ല. അനേകം കൈകളും ഉദരങ്ങളും വായുകളും കണ്ണുകളുമുള്ള അവസാനമില്ലാത്ത രൂപത്തോടു കൂടിയവനായ അങ്ങയെ എല്ലായിടത്തും ഞാൻ കാണുന്നു. സകല ജഗത്തിനും ഈശ്വരനും വിശ്വരൂപം ധരിച്ചവനുമായിരിക്കുന്ന ഭഗവാനെ അങ്ങയുടെ ആദിയോ മധ്യമോ അവസാനമോ ഞാൻ കാണുന്നില്ല. അപ്പം ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളുടെയും കണ്ണുകളും തലകളും കൈകളും ഉദരങ്ങളും ഒക്കെ എടുത്താൽ ഒക്കെ ഭഗവാന്റെ ശരീരമായിട്ടുള്ള സങ്കല്പത്തിലേക്ക് നമ്മൾ വിശാലമായ കണ്ണുകൊണ്ട് കാണണം. അപ്പോഴേ അത് ഒന്ന് വിശ്വരൂപമായിട്ട് കാണാൻ സാധിക്കും. അവിടെ ഭഗവാനെ ഈ അന്തരീക്ഷം മുഴുവൻ ആകാശത്തിൻ്റെ വിഹായസിൽ നിറഞ്ഞു നിൽക്കുന്ന ആ വിശ്വരൂപത്തെ കണ്ടിട്ട് അർജുന് അതിന് ആദിയും മധ്യവും അവസാനവും ഒന്നും കാണുന്നില്ല. ആകാശത്തിൻ്റെ ആദി എവിടെയാണെന്നോ മധ്യം എവിടെയാണെന്നോ ഇല്ലേ അവസാനം എവിടെയാണെന്നോ അന്ത്യം എവിടെയാണെന്നോ നമുക്ക് ആർക്കെങ്കിലും കണ്ടുപിടിക്കാം. ഈ ലോകത്ത് എവിടെയൊക്കെ സഞ്ചരിച്ചാലും ആകാശം ഇതുപോലെ തന്നെ കാണും. കിരീടനം ഗതിനം ചക്രഹസ്തം ഇച്ഛാമിത്വാം സർവതോ ദീപ്തമന്തം പശ്യാമിത്വാം ദുർനിരീക്ഷ സമന്ത ദീപ്താനൽ അർക്കാദ്യുമാ പ്രമേയം. കിരീടനം ഗതിനം ച തേജോരാശിയും സർവതാ, കിരീടം ഗഥ ചക്രം ഇവയോടുകൂടിയവനും തേജോരാശി സർവതാ, തേജോരൂപനും എങ്ങും പ്രകാശിച്ച് ദീപ്തമന്തം കൊണ്ടിരിക്കുന്നു, പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതും നിർനിരീക്ഷം ദീപ്താനൽ അർക്കാദ്യുതി, നോക്കാനാവാത്ത വിധം ജ്വലിക്കുന്ന അഗ്നിയുടെയും സൂര്യൻ്റെയും പ്രഭയുള്ളവനും അപ്രമേയം ത്വാം, അളക്കാൻ വയ്യാത്തതുമായിരിക്കുന്ന അങ്ങയെ, അളക്കാൻ വയ്യാത്തവനുമായിരിക്കുന്ന അങ്ങയെ സമന്താത് പശ്യാമി, എല്ലാ ദിക്കിലും ഞാൻ കാണുന്നു. ഇപ്പൊ ഭഗവാന്റെ കിരീടം ഗഥ ചക്രം എന്നിവയോട് കൂടിയവനായിട്ടും തേജോമയനായിട്ടും സർവത്ര പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നവനായും നോക്കാനാവാത്ത വിധം ഉജ്ജ്വല ദീപ്തി അഥവാ ഉജ്ജ്വലമായി ജ്വലിക്കുന്ന അഗ്നിയുടെയും സൂര്യൻ്റെയും പ്രഭയുള്ളവനും അളക്കാൻ വയ്യാത്തവനായും അങ്ങയെ എല്ലായിടത്തും ഞാൻ കാണുന്നു. അതാണ് ഈ ദൃശ്യപ്രപഞ്ചം തന്നെയാണ്. അത് തെളിഞ്ഞ ആകാശത്തെ പ്രകാശ സ്വരൂപമായിട്ട് കണ്ടാൽ അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈശ്വരൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ബോധ്യം വരണം എന്നർത്ഥം. ത്വമക്ഷം പരമം വേദിതവ്യം ത്വം അസ്യ വിശ്വസ്യ പരം നിധാനം ത്വം അവ്യയ ശാശ്വത ധർമ്മഗോത്ത സനാതനശം പുരുഷോ മതോമേ. ത്വം അസ്യ വിശ്വസ്യ പരം നിധാനം, അങ്ങാണ് ഈ വിശ്വത്തിൻ്റെ പരമാശ്രയമെന്നും ത്വം അവ്യയ, അങ്ങാണ് നാശരഹിതനും ശാശ്വത ധർമ്മഗോത്ത, ശാശ്വത ധർമ്മത്തിൻ്റെയും രക്ഷകനെന്നും ത്വം സനാതന പുരുഷ മേമത, അങ്ങ്
തന്നെയാണ് സനാതന പുരുഷനെന്നും ഞാൻ കരുതുന്നു. അങ്ങാണ് അറിയപ്പെടേണ്ട പരബ്രഹ്മമെന്നും അങ്ങാണ് വിശ്വത്തിൻ്റെ പരമ ആശ്രയസ്ഥാനമെന്നും അങ്ങ് തന്നെയാണ് നാശരഹിതനും ശാശ്വതമായ ധർമ്മത്തിൻ്റെയും ഉപജ്ഞാതാവ്. അങ്ങ് തന്നെയാണ് സനാതന പുരുഷൻ എന്നും വിചാരിക്കുന്നതും. അങ്ങ് തന്നെയാണ് എല്ലാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അനന്തം അദ്യാന്തം അനന്തവീര്യം അനന്തബാഹും ശശി സൂര്യനേത്രം പശ്യാമിത്വാം ദീപ്ത ഹുദാശവക്രം സ്വ തേജസ വിശ്വമിതം തബന്ധം. അനാദിമദ്യാന്തം ആദിയും മധ്യവും അന്തവും ഇല്ലാത്തവനും അനന്തവീര്യം അളവറ്റ പ്രഭാവത്തോട് കൂടിയവനും അനന്തബാഹുവും അനവധി കൈകളോട് കൂടിയവനും ശശി സൂര്യനേത്രം സൂര്യചന്ദ്രന്മാരാകുന്ന കണ്ണുകളോട് കൂടിയവനും ദീപ്ത ഹുദാശവക്രം ജ്വലിക്കുന്ന അഗ്നിയാകുന്ന മുഖത്തോടു കൂടിയവനും സ്വതേജസ ഇതം വിശ്വം തബന്ധം തൻ്റെ തേജസ് കൊണ്ട് ഈ വിശ്വത്തെ തപിപ്പിക്കുന്നവനായിട്ട് ത്വാം പശ്യാമി അങ്ങയെ ഞാൻ കാണുന്നു. അപ്പൊ ഇവിടെ സഞ്ജയൻ മാത്രമല്ല കാണുന്ന, ഒപ്പം തന്നെ അർജുനും കാണുന്നുണ്ട്. ആരൊക്കെ ശ്രദ്ധാഭക്തിയോടുകൂടിയിരിക്കുന്ന അവർക്ക് മാത്രമേ ഈശ്വരനെ ഒരു നിമിഷത്തേക്കാണെങ്കിലും കാണാൻ സാധിക്കുകയുള്ളൂ, അഥവാ അനുഭവിച്ചറിയാൻ തന്നെ സാധിക്കുകയുള്ളൂ എന്നർത്ഥം. ആദിയും മധ്യവും അല്ലെങ്കിൽ ആദിയും മധ്യവും അന്തവും ഉൽപ്പത്തി സ്ഥിതിലയങ്ങൾ ഇല്ലാത്തതായിരിക്കുന്ന സനാതനമായിരിക്കുന്ന പ്രഭാതത്തോടു കൂടിയവനും അനവധി കൈകളോട് കൂടിയവനും ചന്ദ്രസൂര്യന്മാരായിരിക്കുന്ന കണ്ണുകളോട് കൂടിയവനും ജ്വലിക്കുന്ന അഗ്നി പോലുള്ള മുഖത്തോടു കൂടിയവനും സ്വ തേജസ് കൊണ്ട് സകല പ്രപഞ്ചത്തെയും തപിപ്പിക്കുന്നതിനുമായിരിക്കുന്ന അങ്ങയെ ഞാനിതാ കാണുന്നു. ദാവ്യാം പൃഥ്യോരിതം അന്തരം ഹി വ്യാപ്തം ത്വായികേന ദിശസ് സർവാം ദൃഷ്ടാത്ഭുതം രൂപം ഉഗ്രം തവേദം ലോകത്രയം പ്രവതിതം മഹാത്മൻ. ദാവ്യ പൃഥ്യോ ഇതം അന്തരം, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിലുള്ള ഇടം, എല്ലാ ദിക്കിലും സർവാദിശാച എല്ലാ ദിക്കുകളിലും ത്വയാ ഏകേന വ്യാപ്തം ഹി അങ്ങൊരുവനാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് ഉഗ്രം അവം ഇതം രൂപം ദൃഷ്ട്വാ മഹാത്മൻ ലോകത്രയം പ്രവതിതം. മഹാത്ഭുതകരവും ഘോരവുമായിരിക്കുന്ന അങ്ങയുടെ ഈ രൂപം കണ്ടിട്ട് അല്ലയോ മഹാത്മാവെ, 3 ലോകങ്ങളും ഭയപ്പെട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. മറ്റുള്ളവർ ഭയപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് സ്വയം ഭയപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. നമ്മൾ ഏത് കണ്ണിലൂടെ ഏത് ഭാവത്തിലാണോ പുറത്തേക്ക് നോക്കുന്നത് അതേ ഭാവത്തിലായിരിക്കും ബാക്കിയുള്ളതും പ്രതികരിക്കുന്നതും പ്രതിഫലിക്കുന്നതും അതുപോലെ ആയിരിക്കും. അത് മനസ്സിൻ്റെ ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ മനസ്സിലെ ഭാരം എന്താണോ അതനുസരിച്ചുകൊണ്ടായിരിക്കും ഭാവവും വെളിപ്പെടുക. ആ ഭാവം അനുസരിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ കാഴ്ചപ്പാട്. ഓരോരുത്തരെ ഈശ്വരനെ കാണുന്നതും അവരുടെ സ്വഭാവം അനുസരിച്ച് അവർക്ക് എന്തിലാണോ കൂടുതൽ ഡെഡിക്കേറ്റഡ് അതനുസരിച്ചുകൊണ്ടായിരിക്കും രൂപം കാണാം. ഒരാള് കോമൺ ആയിട്ട് പറയുമ്പം ഈശ്വരൻ ഇങ്ങനെയാണ്, ശംഖചക്രഗധ ചക്രമൊക്കെ ധരിച്ചിരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് പൊതുവെ ഭഗവാന്റെ വർണ്ണന നടത്തി പ്രകീർത്തിക്കുന്നവരൊക്കെ ഏകദേശം ഒരുപോലെയൊക്കെ തോന്നും. നമ്മുടെ മനസ്സ്, ബുദ്ധി, അഹംബോധം, അത് മൂന്നല്ല 4 കൂട്ടങ്ങൾ ചേരുമ്പം അതിൽ ഒരു ഡെഡിക്കേറ്റഡ് ഭാവം യഥാർത്ഥത്തിൽ
എന്താണ് ഭക്തി എന്നുള്ളത് മനസ്സിലാക്കും. ആ ഒരു ലെവലിൽ ചിന്തിക്കുമ്പോഴോ നോക്കുമ്പോഴോ എടുക്കുന്ന സാധനങ്ങളോ കാണുന്ന സാധനങ്ങളോ എന്തൊക്കെ ആയാലും വേണ്ടില്ല, അവരുടെ കാഴ്ചപ്പാട് നന്നായാൽ പിന്നെയൊക്കെ ശുഭകാര്യമായിട്ട് പോകും. ഇതുകൊണ്ടാണ് രമണ മഹർഷിയുടെ ആശ്രമത്തിലൊക്കെ ആരെങ്കിലും പോയാൽ അവർ ഹാപ്പി ആയിട്ട് ഒന്നും മിണ്ടാതെ കുറച്ച് നേരം ഭഗവാന്റെ ഒപ്പം ഇരുന്നാൽ മതി, അവിടെ പോസിറ്റീവ് എനർജി കിട്ടും. അവർ പിന്നീട് ആധ്യാത്മിക ആചാര്യന്മാരായിട്ടില്ലെങ്കിൽ അതുപോലുള്ള യോഗിയൊക്കെ ആയിട്ട് മാറിയതായിട്ടൊക്കെ അറിയാം. അപ്പോ ഈ പറയുന്ന, അതായത് അങ്ങാണ് അറിയപ്പെടേണ്ട പരബ്രഹ്മമെന്നും അങ്ങാണ് വിശ്വത്തിന്റെ പരമാശയമെന്നും അങ്ങാണ് നാശരഹിതം ശാശ്വതമായ ധർമ്മത്തിന്റെയും രക്ഷകനെന്നും അങ്ങ് തന്നെയാണ് സനാതന പുരുഷൻ അഥവാ പരമാത്മാവ് എന്ന് പറയപ്പെടുന്നതും എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാം കൂടെ ഒന്നിച്ച് കാണിച്ചു കൊടുത്തപ്പോഴോ ആണ് കൺഫ്യൂഷൻ കൂടുതൽ. മറ്റേ എന്നിട്ടോ പറയുന്നത് എന്താ? ഈ ലോകം തന്നെ അങ്ങയുടെ രൂപം കണ്ടിട്ട് ഭയപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. മറ്റുള്ളവർ ഭയപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാകുന്ന എപ്പോഴാ? നമ്മൾ ഭയപ്പെടുമ്പോഴാ. ഒരു കയറിന്റെ കഷ്ണം കണ്ടിട്ട് ഒരാള് പറയും അതായത് പാമ്പ് പാമ്പ് എന്ന് പറയും. പിന്നെ വന്ന് കാണുന്നവരൊക്കെ പാമ്പിന് കാണുക. എന്നിട്ട് എല്ലാവരും ഇങ്ങനെ പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞു. ആരെങ്കിലും വെളിച്ചം കൊണ്ടുവന്ന് നോക്കുവോ? ഇല്ലെങ്കിൽ ഒന്ന് തോണ്ടി നോക്കിയാൽ അറിയും പാമ്പാണോ കയറാണോ എന്നറിയാമല്ലോ. പക്ഷെ ഒരാൾ ഭയപ്പെട്ട് അതേ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ബാക്കിയുള്ളവർക്കും. എന്നിട്ട് ഒരുത്തനെ തന്നെ നിലച്ചിരുന്നാൽ വരുന്നതല്ല അവനെന്ന് തോന്നും എന്ന് പറയുന്ന പോലെ ഒരാൾ പാമ്പെന്ന് പറഞ്ഞാൽ പാമ്പ് പാമ്പ് പാമ്പെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. തമിഴും മലയാളം കൂടെ തർക്കിച്ച പോലെയാവും. ഒരാൾ ആമാന്ന് പറഞ്ഞു, മറ്റേ ആള് ഇത് ആമയാണ് എന്ന് പറഞ്ഞു. ശരി, മറ്റേ ആള് ആമ എന്ന് പറഞ്ഞു. ഏയ് ഇതാമയാണ്. ആമാ. അപ്പൊ എന്താ തർക്കം വന്നതെന്ന് വെച്ചാൽ മലയാളിയും തമിഴനും ആയപ്പോഴേ അവര് ശരി എന്ന് പറയണതും ആമാന്നാ. മനസ്സിലായില്ലേ? നമ്മളിവിടെ ഒരു ജീവിയാണ് ആമാന്ന് പറയുന്നത്. ഒരേ സംഗതി തന്നെ രണ്ട് ലാംഗ്വേജിൽ പറയുമ്പോൾ സംഗതി ഒന്ന് തന്നെ, പക്ഷെ പറയുമ്പം വ്യത്യസ്തമായിട്ട് തോന്നും. എന്ന് പറഞ്ഞ പോലെ ഈശ്വരനെ കാണുമ്പം അവരവരുടെ കാഴ്ചപ്പാടും കണ്ണുകളും ഭാവവും അനുസരിച്ചുകൊണ്ടായിരിക്കും ഓരോരുത്തർക്കും ഈശ്വരൻ ദർശനം നൽകാന്നർത്ഥം. അല്ലാതെ എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു ഭാവത്തെ കാണിച്ചു തരിക എന്നല്ല. നമ്മൾ ഏത് ഭാവത്തിൽ ഭജിക്കുന്നോ ആ ഭാവത്തിലായിരിക്കും നമ്മൾ കാണുക. യോ യോ യാം താം യാം യാം ധ്വനുഭക്തക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഭഗവാന്റെ ആദിയും മധ്യവും ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. ദിവ്യമായിരിക്കുന്ന ആകാശത്തിന്റെയും ഭൂമിയുടെയും, ദിവ്യോ പൃഥ്വോ, ആകാശത്തിന്റെയും ഭൂമിയുടെയും മധ്യത്തിൽ ഒന്നും കാണാതെ. ഇപ്പൊ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയ്ക്കുള്ള സ്ഥലം, അതായത് അന്തരീക്ഷം മുഴുവനും എല്ലാ ദിക്കുകളിലും അങ്ങൊരുവനാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാം അത്ഭുതകരവും ലോകവും ഘോരവുമായിരിക്കുന്ന അങ്ങയുടെ ഈ രൂപം, വിശ്വരൂപം കണ്ടിട്ട് അല്ലയോ മഹാത്മാവേ, 3 ലോകവും പേടിച്ചരണ്ടിരിക്കുന്ന പോലെ തോന്നുന്നു എന്ന് പറഞ്ഞാൽ അവനോട് ഇപ്പൊ കരണ്ടും കൂടെ പോയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പേടി വരാൻ ഇങ്ങനെ ഒരു അവസരം മതി. ഇങ്ങനെ ഒരു നിമിഷം കൊണ്ട് കരണ്ട് പോവുകയും ചെയ്തു, ഇരുട്ടത്താണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അയ്യോ എന്ന് പറയും. അപ്പോഴത്തേനും അയ്യോ എന്ന് പറയുമ്പോഴത്തേനും കരണ്ട് വന്നു. അപ്പോൾ ഈ ഭയം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് നമുക്കുണ്ടാകുന്ന ചഞ്ചലാവസ്ഥ കൊണ്ട്, അതും ദൈവികമായിട്ടുള്ള ശക്തിയുടെ കുറവ് വരുമ്പോഴാണ് ഭയം ജനിക്കുക.
അതായത് ചഞ്ചലാവസ്ഥ എന്ന് പറയണ്ടല്ലോ, അതിദൈവിക ദുഃഖത്തിൻ്റെ ഒരു കാരണം ഈ ഭയമാണ്. ദൈവാധീനം കുറഞ്ഞാൽ അപ്പം തൊട്ടതിനും പിടിച്ചതിനൊക്കെ സംശയം വരും. സംശയം വന്നാൽ ഉറപ്പാ ഭയം വരും. സംശയാത്മാ വിനശതി എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് വിവേചന ശക്തി കൊണ്ട് എന്താണെന്ന് ഇല്ലെങ്കിൽ അനുഭവിച്ചറിഞ്ഞോളണം, എന്താ ശരി എന്താ തെറ്റ്, ഇല്ലെങ്കിൽ എന്താണ് ദോഷം എന്താണ് ശരി. അതിനാണ് അത് പ്രവൃത്തി കൊണ്ടുവന്നാൽ മതി, അപ്പം അറിയാലോ. ഇപ്പം നേരത്തെ എഴുന്നേക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ നേരത്തെ എഴുന്നേറ്റാനുള്ള ഗുണം എന്താണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയണം. എഴുന്നേക്കാതെ ഒരു ദിവസമാണെങ്കിലും വേണ്ടില്ല ആ സമയം തെറ്റി എഴുന്നേച്ചാൽ അതുകൊണ്ട് എന്തൊക്കെ ദോഷങ്ങളുണ്ടാകുന്നു എന്ന് തിരിച്ചറിയണം. നമ്മളിത് തിരിച്ചറിഞ്ഞാലും വേണ്ടില്ല, ഇന്നൊക്കെ ലേറ്റായി, പിന്നെയും പഴയപടിയായിരിക്കും അല്ലേ. അതേപ്പറ്റി വിചാരം ചെയ്തിട്ട് അതിൽ ഒന്നോടെ ശ്രേഷ്ഠത കൃത്യനിഷ്ഠയിൽ ഉറപ്പുവരുത്തല്ല ചെയ്യാം. പിന്നെ ചില ന്യായീകരണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അത് തന്നെ ആവർത്തിക്കും പിന്നെ. അപ്പൊ അതുപോലെ ഈ 3 ലോകങ്ങളും ഭയപ്പെട്ടിരിക്കുന്നു എന്ന് അർജുനൻ പറയുന്നു. തൻ്റെ മാനസിക നിലയുടെ അടിസ്ഥാനത്തിലാണ് ഒരാളുടെ മാനസികാവസ്ഥയെ എങ്ങനെയാണോ നമ്മുടെ മാനസിക നില അതേ ആറ്റിറ്റ്യൂഡിലായിരിക്കും മറ്റയാളെ അളക്കാം. ഒരാളുടെ മനസ്സെങ്ങനെയാണോ അങ്ങനെ തന്നെയായിരിക്കും അയാൾ കാണുന്ന ലോകത്തിൻ്റെ ഭാവവും. നമ്മളിപ്പോൾ ഒരു വഴിക്ക് പോകുന്ന വഴിക്ക് നമ്മളെ പരിചയക്കാരെ കണ്ടാൽ ഓരോരുത്തരെയും കാണുമ്പോൾ ഓരോ ഭാവം പ്രകടമാക്കും അല്ലേ. ഒരാൾ മുഖം കൂട്ടി കാണിച്ചാലോ നമ്മളും കൂട്ടി കാണിക്കും. അപ്പൊ ഇവിടെ പറയുന്ന വ്യത്യസ്തമായ ഭാവങ്ങളിൽ ഏതിനെ നിങ്ങൾ ധ്യാനിച്ചാലും നിങ്ങൾ ആ ധ്യാനിക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണോ അതനുസരിച്ചായിരിക്കും അതവിടെ പ്രകടമാക്കുക. ഇല്ലെങ്കിൽ ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ടേ ഇത് നന്നായോ നന്നായില്ലോ എന്നൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിക്കുക. ഇനി കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനൊക്കെ ലേറ്റായി പോവും അല്ലേ. അപ്പോൾ എന്താ മോടിക്ക് പറയും നന്നായെന്ന്. നന്നായോ നന്നായില്ലോ. അപ്പൊ ശരിക്ക് എന്ന് പറഞ്ഞാൽ അനുഭവത്തിലൂടെ ഈശ്വരൻ ആരെന്ന് നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചാൽ മാത്രമേ ഈ ഒരു തരത്തിലുള്ള ഭയവും ബാധിക്കാതെ സംശയലേശം എന്നെ ഭരിക്കാൻ സാധിക്കുള്ളൂ എന്നർത്ഥം. അതാണ് ഭഗവാൻ പറഞ്ഞ ദേവാൻ ഭാവ യഥാനേനതേ ദേവഭാവ എന്തുവാഹ എന്ന് പറഞ്ഞത്. ഏത് ഭാവത്തിലാണോ ഭഗവാൻ കർമ്മയോഗം പറയുന്നത് ആ കർമ്മയോഗം യഥാവിധി മനസ്സിലാക്കി അതനുസരിച്ച് പ്രായോഗിക തലത്തിൽ എത്തിച്ചിട്ട് വരുന്ന ഒരു ഭാവമുണ്ട്. അതാണ് യഥാർത്ഥ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ഭാവം. ഇതിനിടയ്ക്ക് വേറെ എന്തെങ്കിലും തിരക്ക് വന്നിട്ട് നിങ്ങൾ പകുതി വഴിയിൽ ഇട്ടിട്ട് പോയാലോ നിങ്ങളുടെ ഭാവം മാറും. പിന്നെ രണ്ടാമത് തിരിച്ചു വരുമ്പോഴും ഭാവം മാറും. രാവിലെ എഴുന്നേറ്റിട്ട് സാത്വിക ഭാവത്തിൽ പ്രകൃതിയും നിലനിൽക്കുന്ന അസാത്വിക ഭാവമാണ്. അപ്പം രാവിലെ നേരത്തെ കൂടുന്നവർക്ക് സാത്വിക ഭാവം ഉള്ളവരെ എഴുന്നേറ്റ് വരുള്ളൂ. ഇനി ആ സാത്വികതയെ നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഈ സാത്വിക ഭാവം ഉള്ളവർ 3-4 പേര് ഇപ്പം അടുക്കള കയറിയാലേ 3 പേര് 4 പേര് എത്ര പേരുണ്ടോ അവരുണ്ടാക്കുന്നതൊക്കെ സാത്വിക ഭക്ഷണമായിരിക്കും. അതിൻ്റെ ഏകദേശമൊക്കെ ടേസ്റ്റും ഒക്കെ ഒരേപോലെ. അത് ഭക്തിയുടെ ലെവൽ ഒരേപോലെ എത്തിയാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും താതാത്മ്യം ഉണ്ടാകുന്നത്. അത് നെഗറ്റീവാണോ ചിന്തയെങ്കിലോ നെഗറ്റീവാണെങ്കിൽ നെഗറ്റീവ് തന്നെ വന്ന് ഭവിക്കും. ഇപ്പം അർജുനൻ്റെ ഉള്ളിൽ സംശയവും ഭയവും ഉണ്ടായപ്പം ആദ്യം പറഞ്ഞ എന്താ ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും ഭയപ്പെട്ട പോലെ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ആ തോന്നൽ ആദ്യം ഉണ്ടായിരിക്കണം ആർക്കാ ഉണ്ടായ സ്വാമി? അർജുനന് ഭയം ഉണ്ടായാൽ പിന്നെ ബാക്കി എല്ലാവരും ഭയപ്പെടുന്ന പോലെ നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ഒരാൾ ഭയപ്പെട്ടാൽ ബാക്കിയുള്ളവർ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്കെല്ലാം ഭയം വരും.
അങ്ങോട്ട് പോകരുത്, അത് തുടരുത്, ഇത് തുടരുത്, അത് പ്രശ്നമാണ്, അപകടമാണെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോവില്ല, ചെയ്യുകയില്ല. എന്നാൽ അതാരെങ്കിലും ചെന്നിട്ട് തോണ്ടിയൊക്കെ അറിയാൻ കയറാണോ പാമ്പാണോ എന്ന്, അത് ചെയ്യില്ല. സ്വഭാവത്തിൽ അപ്പം ശരിക്കും മനസ്സിലാക്കുന്നില്ല, അല്ലെ മനസ്സിലാക്കുക വിവേചന ശക്തി യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ്. അവരെയാണ് ഭഗവാൻ മൂഢന്മാരെ ഇല്ലേ അവിവേകികൾ എന്നൊക്കെ പറയുന്നത്. അവസരം കിട്ടിയിട്ടും വേണ്ടവണ്ണം അത് ഗ്രഹിക്കാൻ ശ്രമിക്കാറില്ല. അഥവാ ഗ്രഹിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതൊക്കെ തൽക്കാലം ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള മാർഗത്തിലായിരിക്കും ഉപയോഗിക്കുക. യഥാർത്ഥത്തിൽ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കാറില്ല എന്നത്. എല്ലാവർക്കും പരമമായ എന്തെങ്കിലും അവനവന് സാധിക്കേണ്ട കാര്യങ്ങളുണ്ടാവും, ഇല്ലേ? എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ഇല്ലയോ? അങ്ങനെ എന്തെങ്കിലും സദാസമയോ അങ്ങനെയുള്ള വിഷയങ്ങൾ സഞ്ചരിക്കുന്ന ആൾക്ക് ഒരു കർമ്മം ശ്രദ്ധയോടെ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ വ്യാപരിക്കുന്ന ബുദ്ധി കർമ്മയോഗത്തിന് പറ്റിയല്ല എന്ന് പറഞ്ഞത്. 3 ലോകവും ഭയപ്പെട്ടിരിക്കുന്നു എന്നാണ് അർജുനൻ പറയുന്നത്. തൻ്റെ മാനസിക നിലയുടെ അടിസ്ഥാന അവസ്ഥയും കൂടെ നോക്കിയിട്ടാണ് ഇങ്ങനെ പറയണത്. ഒരാളുടെ മനസ്സെങ്ങനെയോ അങ്ങനെ തന്നെ ആയിരിക്കും അയാൾ കാണുന്ന ലോകത്തിൻ്റെ ഭാവവും. ഈ ചിന്തയും അടിസ്ഥാനത്തിലായിരിക്കും ചിന്ത വരിക, അതായിരിക്കും വാസനാബലം വരിക, അതായിരിക്കും പ്രവൃത്തിയിൽ ചെയ്യുമ്പോഴും അത് തന്നെയായിരിക്കും മുഴച്ചു നിൽക്കുക എന്നർത്ഥം. അതേത് കർമ്മം ചെയ്യുമ്പോഴും അതെ. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമുക്കൊരു മൂടുണ്ടാവും, ആ മൂഡ് അനുസരിച്ചുകൊണ്ടായിരിക്കും പ്രവർത്തിക്കുന്നതെന്നർത്ഥം. അതിനെയാണ് സ്വഭാവം എന്ന് പറയുക. അതൊരു ജന്മത്തെ അല്ല, പൂർവജന്മത്തെ ഭാവവും അത്തരത്തിലൊക്കെ തന്നെ വരുന്നർത്ഥം. അമീചത്വാം സുരസംഗാ വിശന്തി കേചിതഭിത്വാ പ്രാജ്ഞാനയോ ഗൃണന്തി സ്വസ്തിസ്ഥകൃത്വാ മഹർഷി സിദ്ധസംഗ സ്തുവന്തി ത്വാം സുതപി പുഷ്കരാവി. അമീ സുരസംഗ, ഈ ദേവസമൂഹങ്ങൾ, ത്വാം വിശന്തിഹി, അങ്ങയെ പ്രാപിക്കുന്നു, കേജിത് വിത്വ, ചിലർ ഭയപ്പെട്ടവരായിട്ട്, പ്രാജ്ഞാലയോ ഗൃണന്തി, തൊഴുതു കൈയോടുകൂടി പ്രാർത്ഥിക്കുന്നു, മഹർഷയെ സിദ്ധസംഘ, മഹർഷിമാരും സിദ്ധസംഘങ്ങളും, സ്വസ്തി ഇതി യുക്ത പുഷ്കലാപി, സ്വസ്തി എന്ന് പറയുന്ന പൂർണ്ണങ്ങളായിരിക്കുന്ന സ്തോത്രങ്ങളെ കൊണ്ട് ത്വാം സ്തുതി വന്തു, അങ്ങനെ സ്തുതിക്കുന്നു. ഈ ദേവസമൂഹങ്ങളെല്ലാം അങ്ങയെ പ്രാപിക്കുന്നതായിട്ടും ചിലർ ഭയപ്പെട്ട്, അതായത് നമ്മൾ മറ്റ് ജീവജാലങ്ങൾ അതാത് റൂട്ട് അവർക്ക് തെളിയുക, ആര് ഏത് ദേവതയാണ് ഭജിക്കുന്നത് ദേവതയിലേക്ക് പോവും. കഴിഞ്ഞ 9-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഏത് ദേവത ഏത് ഭാഗത്തിൽ ഭജിക്കുന്നു ആ ദേവതയിലേക്കായിരിക്കും അടുത്ത ജന്മത്തിലെ ടേസ്റ്റും പോവുക, വാസനാബലം പോവുക. അപ്പോൾ യോ യോ യാം യാം തന്നെ ഭക്തക എന്ന് പറയുമ്പോൾ ഏത് ഇച്ഛ അനുസരിച്ചുകൊണ്ട് ഭജിക്കാം. പക്ഷെ അതേ കാഴ്ചപ്പാടിലായിരിക്കും നമ്മുടെ ഏതാണോ സ്വഭാവം, എന്താണോ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, അതേ ഭാവത്തിലായിരിക്കും നമ്മൾ അവസാന കാലത്തിലും നമ്മുടെ ഭാവം പ്രകടമാകുക. സുബോധത്തോടെ ഇരിക്കുമ്പോഴും 3 ലോകവും ഇങ്ങനെ തന്നെയായിരിക്കും പ്രവർത്തിക്കുക. അതുകൊണ്ട് ദേവസമൂഹങ്ങൾ അങ്ങേ പ്രാപിക്കുന്നു, ചിലർ ഭയപ്പെട്ട് തൊഴുകയോടെ നിൽക്കുന്നു, ചിലർ മഹർഷിമാരുടെയും സിദ്ധന്മാരുടെയും സംഘങ്ങൾ മംഗളമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാണ ശബ്ദ ആദി അർത്ഥങ്ങളായിരിക്കുന്ന സ്തോത്രങ്ങളാൽ അങ്ങേ സ്തുതിക്കാനും ഇടവരും. രുദ്ര ആദിത്യ വസവോ ഏജസാധ്യം വിശേഷണ മരുദർശ ശോഷഭാഷാം ഗന്ധർവേഷാസുര സിദ്ധസംഘ വിശന്തേത്വാം വിസ്മിരാശ്ചര്യ സർവേ. രുദ്ര ആദിത്യ വസവ, രുദ്രന്മാരും ആദിത്യന്മാരും വസുക്കളും, സാധ്യ വിശ്വേശ്വ അശ്വിനവും, സാധ്യന്മാരും വിശ്വദേവന്മാരും അശ്വിനി ദേവതകളും,
മരുത ഊഷ്മ, മരുത്തുക്കളും മരുത എന്ന് പറഞ്ഞാൽ വായുക്കള്, മരുത്തുക്കളും പിതൃക്കളും ഗന്ധർവ യക്ഷാസുര സിദ്ധമായിരിക്കുന്ന തപസ്സിനികളും ഗന്ധർവ യക്ഷാസുര സിദ്ധസംഘ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, അസുരന്മാർ, സിദ്ധസംഘ സിദ്ധന്മാരും സംഘം ചേർന്ന് സർവേ ഏവ വിസ്മിത ത്വാം കാംക്ഷിത് വീക്ഷിതേ, ആരൊക്കെയുണ്ടോ, അതായത് ഋഷീശ്വരന്മാരും മഹാത്മാക്കളായിട്ട് ആരൊക്കെയുണ്ടോ അവരൊക്കെ വിസ്മയാതീതരായിട്ട് അങ്ങേ വീക്ഷിക്കുന്നുമുണ്ട്. രുദ്രന്മാർ, ആദിത്യന്മാർ, വസുക്കൾ, സാധ്യന്മാർ, അശ്വനീദേവന്മാർ, വിശ്വദേവന്മാർ, ദേവി രുദ്രന്മാർ, ഇങ്ങനെ ആരൊക്കെയുണ്ടോ അവരെല്ലാം വിസ്മയം പൂണ്ട് അങ്ങയെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ മഹാത്മാക്കളായിട്ട് ഋഷികളോ ആരൊക്കെ പ്രദേശത്തിൽ ഈ വിരാട രൂപം സാധാരണ ഗുരുവായൂരപ്പിൽ നിന്ന് വിരാട രൂപം ധരിക്കുന്നു, അവരുടെ ദിവ്യശക്തി കൊണ്ട് അവരെല്ലാവരും ഇത് കാണുന്നുണ്ടെന്നർത്ഥം. അപ്പോ ആ ഇങ്ങനെ ആരൊക്കെയുണ്ടോ അവരെല്ലാം വിസ്മയം പൂണ്ടുകൊണ്ട് അങ്ങയുടെ ഈ വിശ്വരൂപത്തെ കണ്ട് നിൽക്കുന്നു. ഊഷ്മപന്മാർ, ഊഷ്മ അങ്കുശങ്ങളെ അനുഭവിക്കുന്നവൻ ആണ്. രൂപം മഹത്തെ ബഹു അക്രനേത്രം മഹാബാഹോ ബഹുരൂപ ബഹൂരപാദം ബഹൂരദംഷ്ടാണി ദൃഷ്ട്വാ ലോകപ്രവതിതം സ്തദാഹം. മഹാബാഹുവായിരിക്കുന്ന അർജുന ബഹുവക്ര നേത്രം, അനേക മുഖങ്ങളും കണ്ണുകളുമുള്ള എന്നെ അനേകം ദുരികളിലും അനേകം കാലങ്ങളോളം എന്ത് സംഭവിച്ചു? അല്ലയോ ഭഗവാനെ, അനേകം മുഖങ്ങളും കണ്ണുകളും അനേകം കൈകളും തുടകളും കാലുകളും ഉള്ളതും അസംഖ്യം വയറുള്ളതും അനവധി ദംഷ്ടങ്ങളാൽ ഭയാനകവുമായിരിക്കുന്ന അങ്ങയുടെ രൂപത്തെ കണ്ടിട്ട് ലോകങ്ങൾ പേടിച്ചു വിറയ്ക്കുന്ന പോലെ തോന്നുന്നു. അപ്പൊ ഇവിടെ സംബന്ധിച്ചു പേടിച്ച് വിറയ്ക്കുന്നു മറ്റു ലോകങ്ങളിൽ നിന്ന് ഇതിനു മുമ്പ് ചോദിച്ചു. ഇപ്പൊ വീണ്ടും പറയുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഞാനും അതേ പ്രകാരം തന്നെ ഭയപ്പെട്ടിരിക്കുന്നു എന്ന് സമ്മതിച്ചു. ആദ്യത്തെ തവണ പറഞ്ഞപ്പോൾ ബാക്കി എല്ലാവരും ഭയപ്പെട്ടു എന്നേ പറഞ്ഞുള്ളൂ, ഞാൻ ഭയപ്പെട്ടു എന്ന് പറഞ്ഞില്ല. അപ്പൊ അതിലും വലിയ കറണ്ട് പോയി, ഇരുട്ടായി, കറണ്ട് പോയി, നേരം പോയി, രക്ഷയില്ല, ഉറക്കം വന്നിട്ട്. എന്താ സമയം ഇങ്ങനെ ഉറക്കം വരാ? അല്ല, എന്നാലും ഇപ്പൊ ഇങ്ങനെ ഉറങ്ങാറില്ല ഞാൻ. ഇപ്പൊ 2-3 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ഉറക്കം വരും. പ്രഭാഷണത്തിൽ എന്നാ അപ്പം ഉറക്കം വരും. രൂപം മഹത്തെ ബഹുവക്രനേത്രം മഹാബാഹോ ബഹുബാഹുരൂപാദം ബഹൂതരം ബഹുദംഷ്ടാകരാളം ദൃഷ്ട്വാ ലോകപ്രവതിതസ്തദാഹം. മഹാബാഹു ആയിരിക്കുന്ന ഭഗവാനെ, ബഹുവക്രനേത്രം അനേക മുഖങ്ങളും കണ്ണുകളുമുള്ളതും ബഹുബാഹുരൂപാദം അനേകം കൈകളും തുടകളും കാലുകളുമുള്ളതും ബഹൂതരം അസംഖ്യം വയറുകളുള്ളതും ബഹുദ്രംഷ്ടാകരാളം അനവധി ദ്രംഷ്ടങ്ങളാൽ ഭയാനകവുമായിരിക്കുന്ന തേ മഹത് രൂപം ദൃഷ്ട്വാ അങ്ങയുടെ ഈ മഹത്തായ രൂപത്തെ കണ്ടിട്ട് ലോക പ്രവതിത രോഗങ്ങൾ ഭീതി പൂണ്ടിരിക്കുന്നു. തഥാ അഹം
അപ്രകാരം തന്നെ ഞാനും ഭയപ്പെട്ടിരിക്കുന്നു. അല്ലയോ ഭഗവാനെ, അനേകം മുഖങ്ങളും കണ്ണുകളും ഉള്ളതും അനേകം കൈകളും തുടകളും കാലുകളും ഉള്ളതും അസംഖ്യം വയറുകളുള്ളതും അനവധി ദംഷ്ടങ്ങളാൽ ഭയാനകവുമായിരിക്കുന്ന അങ്ങയുടെ രൂപത്തെ കണ്ടിട്ട് ജനങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റ് ജനങ്ങളാണ്, പേടിച്ചു വിറയ്ക്കുന്നു. ഞാനും അതേ പ്രകാരം തന്നെ ഭയപ്പെട്ടിരിക്കുന്നു എന്ന് അർജുനൻ പറയുന്നു. നമ്മുടെ കാഴ്ചപ്പാട് എന്താണോ അതേപോലെ ആയിരിക്കും നമ്മൾ പുറത്തും കാണുക. നമുക്ക് ഭയമില്ലെങ്കിൽ നമുക്ക് എല്ലാം ഭയമില്ലാത്തതായിട്ട് തോന്നും. അതേസമയം നമുക്ക് ഭയം വന്നാലോ പിന്നെ എല്ലാം ഭയമായിട്ട് തോന്നും. കാണുന്നതും കേൾക്കുന്നതും മറ്റുള്ളവരും ഭയപ്പെട്ടിരിക്കുന്നു. അതേപ്പറ്റി, ആ ഭയത്തെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്താൽ, ആരോടെങ്കിലും പറഞ്ഞാൽ അവരും ഭയപ്പെടും. അത്രമാത്രം പ്രശ്നമാണ്. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാട് എന്താണോ അതായിരിക്കും ഈശ്വരനെ നമ്മൾ കാണുക എന്നർത്ഥം. ഇപ്പൊ ഈ ലോകത്തുള്ള, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതാണ്, ഈ ഒരുപാട് കണ്ണുകള് കാലുകളും ഒക്കെ ഇരട്ടിയായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ഭഗവാന്റെ ശരീരത്തിലിരിക്കുന്നവരാണ്, ഉള്ളിലിരിക്കുന്നവരാണ്. അപ്പൊ നമ്മുടെയൊക്കെ ഈ കണ്ണുകളും ഇല്ലെ കൈകളും കാലുകളും ഒക്കെ ഭഗവാന്റെ വിഭൂതിയിൽ തന്നെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ കാഴ്ചപ്പാടിലൂടെ, അതായത് മനക്കണ്ണ് തുറന്നിട്ട് നമ്മൾ കണ്ടാൽ നമ്മുടെ തന്നെ അനേകം പേരുടെ കൈകളും കാലുകളും ഉദരങ്ങളും ശരീരം മുഴുവൻ ഭഗവാനാൽ ഉണ്ടാക്കിയിട്ടുള്ള, ഭഗവാന്റെ വിഭൂതിയാൽ ഭഗവാന്റെ അംശത്താൽ സൃഷ്ടിക്കപ്പെട്ട് അതാണ് നമ്മൾ പുറത്ത് കാണുന്നത്. നമ്മുടെ വ്യത്യസ്ത വേഷത്തിലും വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും സംസ്കാരത്തിലും ഒക്കെ ഇഷ്ടാനിഷ്ടങ്ങൾ പ്രകടമാക്കിക്കൊണ്ട് എല്ലാവരും പ്രകടമാക്കുന്നത് ഈ ഭഗവാന്റെ പ്രപഞ്ചമാകുന്ന ശരീരത്തിന്റെ ഉള്ളിൽ തന്നെയാണ് നമ്മളൊക്കെ പ്രകടമാകുന്നതെന്നർത്ഥം. അപ്പൊ അതെല്ലാം കൂടെ ഒരു വിശാലമായ മനസ്സുകൊണ്ട് മനക്കണ്ണ് തുറന്നിട്ട് അത് വിശാലമായിട്ട് കാണാനും ചിന്തിക്കാനും സാധിച്ചാൽ മാത്രമേ വിശ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കുകയും കാണാനും സാധിക്കുള്ളൂ. അതുകൊണ്ട് അത് കാണണമെന്ന് പറഞ്ഞു, കണ്ടു കഴിഞ്ഞിട്ട് ഭയപ്പെട്ടു, അർജുനൻ ഭയപ്പെട്ടു. നമുക്ക് ഈശ്വരനെ കാണണം എന്നൊക്കെ ആഗ്രഹം തോന്നും, പക്ഷെ കണ്ടാൽ നമുക്കത് ഉൾക്കൊള്ളാൻ സാധാരണ കണ്ണുകൾക്ക് കാണാൻ തന്നെ പറ്റില്ല. കണ്ടാലും അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കണ്ടേ? അത് പ്രത്യേകിച്ച് വിശ്വരൂപമൊക്കെ കണ്ടിട്ട് ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ആ ഭക്തിയുടെ അത്രമാത്രം ലെവലിൽ എത്തിയവർക്കേ അതൊക്കെ സാധിക്കുള്ളൂ. അതിനെ കണ്ടാൽ ഉൾക്കൊള്ളാൻ സാധിക്കൂ. അതുകൊണ്ട് സാധാരണ മനുഷ്യരായിരിക്കുന്ന അർജുനൻ പറയുന്നതും ബാക്കിയുള്ളവരും ഭയപ്പെട്ടിരിക്കുന്നു, ഞാനും ഭയപ്പെട്ടിരുന്നു. അപ്പൊ ഇത്രയധികം യോഗശക്തി അതിശയമുള്ള ഒരാളെ ഏകാംശേന സ്ഥിതോ ജഗത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഭഗവാന്റെ ഏകമായ അംശത്തെയാണ്. 90 മുഴുവൻ പോയിട്ട് അതിന്റെ അംശങ്ങളിൽ അംശം മാത്രമേ നമ്മളോട് വിസ്തരിച്ചിട്ടുള്ളൂ. ആ കാഴ്ചപ്പാടും അങ്ങനെ തന്നെ കാണാൻ പറ്റൂ. ഭഗവാന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ബാക്കി 99 അംശവും ഭഗവാന്റെ അടുത്ത് തന്നെ ഇരിക്കണം. അപ്പോൾ എത്രമാത്രം മനസ്സ് വിശാലമായാലായിരിക്കും യഥാർത്ഥ ഭഗവാനെ നമ്മൾ പൂർണ്ണ രൂപത്തിൽ കാണാൻ സാധിക്കുക. അത് കണ്ടാൽ ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, അത് ഭയപ്പാടും ഉണ്ടാക്കും. ഇല്ലെങ്കിൽ അത് പിന്നെയും കടുപ്പം കൂടും. അപ്പൊ അതുകൊണ്ട് നഭസ്പർശം ദീപ്തം അനേകവർണം വൃത്താനനം ദീപ്ത വിശാല നേത്രം ദൃഷ്ടാഹിത്താം പ്രവതിത് അന്തരാത്മാ ധൃതീന വിന്ദാമി ശമഞ്ച വിഷ്ണു. വിഷ്ണു എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? വിശ്വം വിഷ്ണുർ വഷട്കാരോ. വിശ്വം എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരൊറ്റ നാമത്തിൽ തന്നെ വിരാട രൂപ. വിശ്വം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ, അത് തന്നെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പൊ വിഷ്ണു എന്ന് പറഞ്ഞാലോ വിശ്വം വിഷ്ണു വഷട്കാരോ. ആ വിഷ്ണു അണുവിലും വ്യാപിച്ചിരിക്കുന്നതിനാ വിഷ്ണു എന്ന് പറയുന്നത്. പരമാണു തത്വത്തിൽ അണുവിൽ എന്ന് പറഞ്ഞാൽ ഓരോ മണൽത്തരി പോലും ഈശ്വരന്റെ ശക്തി വ്യാപിച്ചിരിക്കുന്നുണ്ട്. ആ വ്യാപനത്തെയാണ്, അല്ലെങ്കിൽ അണുവിലും വ്യാപിച്ചിരിക്കുന്നതിനാ വിഷ്ണു എന്ന് പറയുന്നത്. അത് തന്നെയാണ് വിശ്വമായിട്ട് പ്രകടമാകുന്നത്. ഈ ലോകമായിട്ട് പ്രകടമാകുന്നതും ഭഗവാന്റെ തന്നെ അംശം തന്നെയാണ് എന്നർത്ഥം. അതുകൊണ്ട് നഭസ്പർശം ദീപ്തം അനേകവർണം, പല നിറത്തിലും ഭാവത്തിലും വിശ്വരൂപിയായിരിക്കുന്ന ഭഗവാനെ, ആകാശത്തെ മുട്ടി നിൽക്കുന്ന ഹേ വിശ്വരൂപിയായിരിക്കുന്ന
ഭഗവാൻ ആകാശരൂപത്തിൽ, അതായത് വിഷ്ണു എന്ന് പറഞ്ഞാൽ വിശ്വവ്യാപിയായിരിക്കുന്ന ഭഗവാനെ നഭസ്പർശം, ആകാശത്തെ മുട്ടി നിൽക്കുന്നവനും, ദീപ്തം അനേക വർണ്ണം ജ്വലിക്കുന്നവനും, പല വർണ്ണങ്ങളോട് കൂടിയവനും, വൃത്താനനം വിവൃതങ്ങളായിരിക്കുന്ന മുഖങ്ങളോട് കൂടിയവനും, ദീപ്ത വിശാല നേത്രം, ദീപ്തമായിരിക്കുന്ന വലിയ കണ്ണുകളോട് കൂടിയവനും, ത്വാം ദൃഷ്ട്വാ അങ്ങയെ കണ്ടിട്ട്, പ്രവതിത് അന്തരാത്മാ ചികിത്ത മനസ്കനായി, അഹം ധൃതി ശമം ച നാം, എൻ്റെ ധൈര്യത്തെയും സമാധാനത്തെയും വിന്ദാമി ഹി, സമാധാനത്തെയും പ്രാപിക്കുന്നില്ല, എനിക്കുണ്ടായിരുന്ന സമാധാനവും കൂടെ ഇല്ലാതെയായി എന്നർത്ഥം. ഹേ വിശ്വവ്യാപിയായിരിക്കുന്ന ഭഗവാനെ, ആകാശം മുട്ടി നിൽക്കുന്ന രൂപത്തോടും തേജസ്സോടും പല വർണ്ണങ്ങളോടും വിവൃതങ്ങളായിട്ടുള്ള മുഖങ്ങളോടും കൂടി തുറന്നിരിക്കുന്ന വായുകളോടും ജ്വലിക്കുന്ന വലിയ കണ്ണുകളോടും കൂടിയവനായിരിക്കുന്ന അങ്ങയെ കണ്ടിട്ട് ഞാൻ ചികിത മനസ്കനായിരിക്കുന്നു. എനിക്ക് ധൈര്യവും സമാധാനവും ഉണ്ടാകുന്നേയില്ല. ഉണ്ടായിരുന്ന സമാധാനം കൂടെ ഇല്ലാതെയായി എന്നാണ് ഇവിടെ അർജുനൻ പറയുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ സമാധാനം നഷ്ടപ്പെട്ടത്? സംശയാത്മാവായി. ഇത് തന്നെയല്ല, കാണണമെന്ന് പറഞ്ഞ് കണ്ട് ആ ദിവ്യമായ ദൃഷ്ടിയൊക്കെ കിട്ടിയോണ്ടാണ് ഇതിങ്ങനെ വിശ്വരൂപത്തെ കാണാൻ സാധിച്ചത്. പക്ഷേ ആ വിശ്വരൂപത്തിനെ കാണാൻ പാകത്തിനുള്ള ആ മനക്കണ്ണ് അല്ലെങ്കിൽ ജ്ഞാനദൃഷ്ടി തുറന്നു കൊടുത്താലും വേണ്ടില്ല, നമുക്ക് ജ്ഞാനം ലഭിച്ചാലും ഈ ദേഹസംബന്ധമായിട്ടുള്ള വികാര വിചാരങ്ങളൊന്നും പൂർണ്ണമായിട്ട് ഇല്ലാതെയാകില്ല. അതാണ് ബ്രഹ്മചാരി ആയാലും ചില വാസനാബലങ്ങളൊന്നും ഇല്ലാതെ ആകില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യത. അപ്പോൾ ഈ ദേഹബോധം ഉള്ളിടത്തോളം കാലം ദേഹസംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളെ ചഞ്ചലപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമുക്ക് അത്രമാത്രം എനർജറ്റിക് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെയൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. പല കാര്യങ്ങളും അങ്ങനെയാണ്. നമുക്ക് വേണം തോന്നും, അത് വേണ്ടിയിട്ട് വളരെയധികം കഠിനാധ്വാനം ചെയ്തിട്ട് അത് ലഭിച്ചു എന്ന് വിചാരിക്കാം. ലഭിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ സിനിമ കാണാൻ പോകുന്ന പോലെ ഒരു സിനിമയുടെ പേര് കേട്ടിട്ട് ഭയങ്കര ഉത്സാഹത്തോടു കൂടി എങ്ങനെയൊക്കെയാണോ, ഇതൊക്കെ ചെറുപ്പത്തിലെ കാര്യം ആലോചിച്ചാലേ നമുക്ക് അറിയുള്ളൂ. അന്നൊക്കെ 4-5 കിലോമീറ്ററൊക്കെ നടന്നു പോയിട്ടൊക്കെ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ കാണണമെന്ന് ഉദ്ദേശിച്ചോണ്ട് പോവും, എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടാ. എന്നിട്ട് അങ്ങനെയൊക്കെ പോയിട്ട് പിന്നെ തിരിച്ചു വരുമ്പം ഈ തിരിച്ചുള്ള നടപ്പുണ്ടല്ലോ, അത് ഈ പറയുന്ന പോലെ അങ്ങോട്ടുള്ള ഉത്സാഹം എന്ന് പറഞ്ഞ പോലെ എന്ത് കാര്യത്തിനും അതെ. ഈശ്വരനെ കാണണമെന്ന് പറഞ്ഞാലും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ടൂർ പോവാണ്, തീർത്ഥാടനത്തിന് പോയാലും വേണ്ടില്ല, അതിൻ്റെ ഇൻസ്പിറേഷൻ തുടക്കത്തിലുള്ളത് പോലെ അല്ല തിരിച്ചു വരുമ്പോൾ. ഇനി മേലാൽ ഇങ്ങോട്ടൊന്നും പോകില്ല എന്ന് പറയും. മനസ്സിലായില്ലേ? എവിടെയൊക്കെ പോയിട്ട് വന്നാലും ആ ഒരു നിമിഷത്തേക്ക് ഒരു തീരുമാനം എടുക്കും, ഇനി മേലാൽ ഇവിടെയൊക്കെ വന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല, വെറുതെ കുറച്ച് പണ്ടത്തെ ആ തീർത്ഥസ്ഥാനങ്ങളോ ഇപ്പോൾ ഭരദ്വാജാശ്രമം ഇല്ല, ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾ, ഹരിദ്വാർ ഇങ്ങനെയുള്ള സ്ഥാനമൊക്കെ സഞ്ചരിച്ചാൽ ഈ പറയുന്ന നമ്മൾ അവിടെ എത്തിപ്പെടാൻ കുറെ കഷ്ടപ്പെടും. അങ്ങനെ ക്ലേശം സഹിച്ച് അവിടെ ചെന്ന് നോക്കി കഴിയുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത്രയും കാര്യം ഇത് കാണാൻ വേണ്ടിയിട്ടാണോ ഇത്രയധികം കഷ്ടപ്പെട്ട് ഇവിടെ വന്നേ എന്നൊക്കെ തോന്നും. കുറെ മലകളും കുന്നുകളും എന്താ മനസ്സിലാവുക? അതൊക്കെ ഇവിടെ ഇരുന്നാലും കാണില്ലേ? ഇവിടെ അടുത്തുള്ള മല കയറിയാലും ഇതുപോലൊക്കെ തന്നെ കാണാം. ഈ പാറക്കല്ലുകളും കുന്നുകളും സ്ലൈഡിങ് ഉണ്ടാവുന്നു. എന്തൊക്കെ രീതിയിലാ. ഇതിനിടയ്ക്ക് മഴ പെയ്യുക, അന്തരീക്ഷം കാലാവസ്ഥ മോശമായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കോൺസിക്വൻസസ് വേറെ. ഇതൊക്കെ നമ്മുടെ ഈ എക്സൈറ്റ്മെന്റ് കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ സംഭവിച്ചു കഴിഞ്ഞാലോ പിന്നെ ഒന്നുമില്ല. പിന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനെ വരെ കാണണമെന്ന് ആഗ്രഹം തോന്നി കണ്ട് നേരിട്ട് അങ്ങോട്ട് പ്രത്യക്ഷമായാലുണ്ടല്ലോ, ഗുരുവായൂരപ്പനെ കാണണമെന്ന് ആഗ്രഹമൊക്കെ തോന്നും. വിഗ്രഹം കണ്ട് തൊഴാനും വിഷമമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഗുരുവായൂരപ്പൻ കൂടെ പ്രത്യക്ഷമായാലുണ്ടല്ലോ
പിന്നെ നമ്മളൊന്നും ഈ പറയുന്ന രീതിയിലൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. അത്രമാത്രം കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാന്റെ ഇവിടെ ദിവ്യദൃഷ്ടി കൊടുത്തിട്ടാണ് ജ്ഞാനക്കണ്ണുകളെ കൊണ്ട് ആണ് അർജുനൻ കാണുന്നത്. എന്നിട്ടും ദേഹബോധം മുഴുവൻ വിട്ടുപോയിട്ടില്ല. അതുകൊണ്ടാണ് ഈ ചികിത മാനസനായി എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് ഇനി കാണണ്ടെന്ന് പറയും, പഴയ രീതിയിലേക്ക് തിരിച്ചു വരാൻ പറയും. ഇപ്പൊ കണ്ടോ, വലിയ താമസമൊന്നുമില്ല. പക്ഷെ ഇത്രയും പറയുന്നതിനിടയ്ക്ക് അർജുനൻ ഇങ്ങനെ മനസ്സിന്റെ ആദ്യത്തെ ചഞ്ചലാവസ്ഥ, നമുക്കിപ്പോൾ തുടക്കത്തിലാണ് ഇതൊക്കെ. ഈ ഇൻസ്പിറേഷൻ ഉണ്ടാകുന്നില്ലെങ്കിൽ ഈശ്വരനെ കാണുമ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഒരു കർമ്മം തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ഈ മനസ്സിന് ചഞ്ചലാവസ്ഥ ഉണ്ടാവും. അറിയാൻ പാടില്ലാത്തതാണ്. എത്ര ട്രെയിനിങ് തന്നിട്ടും ഒരു പാട്ട് പാടാൻ തന്നെ പറഞ്ഞാൽ സഭാകമ്പം എന്ന് പറയുന്ന സംഗതി നമ്മളെ ചികിത മനസ്സിനാക്കും, അല്ലേ? ഒരു വൈബ്രേഷൻ ഉണ്ടാക്കും. പക്ഷെ അത് 1-2 ചെയ്തു കഴിഞ്ഞാലോ പിന്നെ ഈസിയാ. അതേപോലെ ആദ്യമായിട്ട് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, അതിനെ ഉൾക്കൊള്ളാനുള്ള മനസ്ഥിതി ഇല്ലെങ്കിൽ ഈ പറയുന്ന വൈബ്രേഷൻസ് ഉണ്ടാകും. എന്നാലും വേണ്ടില്ല, പെട്ടെന്ന് അർജുനൻ ഭഗവാന്റെ നേരിട്ടുള്ള സാന്നിധ്യത്തിലാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ദിവാസ്വപ്നം കാണലൊന്നുമല്ല, നേരിട്ടാണ് സംവാദം, നേരിട്ടാണ് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നത്. അപ്പം പെട്ടെന്ന് ഈ വാധീൻ എന്ന് പറയുന്നത് കിട്ടിക്കഴിയുമ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു നിമിഷത്തേക്ക് ചികിത മനസ്സനായെങ്കിലും ഇപ്പൊ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഇതേ അവസ്ഥ ക്രിയേറ്റ് ആയതാ. നിമിത്താനി ജപശ്യാമി വിപരീതാനി കേശവാശ്രയോ അനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ ക്രിയേഷൻ ഉണ്ടായതാ. അതേ സംഭവം തന്നെയാണ് വിശ്വരൂപം കാണണമെന്ന് പറഞ്ഞിട്ടും ഒരു നിമിഷത്തേക്ക് കൈയും കാലും ഒക്കെ വിറയ്ക്കാൻ തുടങ്ങി. മനസ്സ് ചഞ്ചലാവസ്ഥയായി. ഞാൻ തന്നെ ആകെ ഭയപ്പെട്ടിരിക്കുന്നു. എനിക്കുണ്ടായിരുന്ന സമാധാനവും ധൈര്യവും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഉണ്ടായിരുന്ന ധൈര്യവും സമാധാനവും കൂടെ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് വിശ്വരൂപം. യഥാർത്ഥത്തിൽ അങ്ങ് ആരാന്ന് ഇനി ചോദിക്കുക, ഇത്രയൊക്കെ ഈ പ്രകമ്പനം ഉണ്ടാക്കിയിട്ട് യഥാർത്ഥത്തിൽ അങ്ങ് ആരാ? അപ്പൊ ഇപ്പോഴാണ് അർജുനന് മനസ്സിലാക്കുന്നത്, എന്തായാലും നമ്മളിപ്പോ നേരിട്ട് കണ്ട സുഹൃത്ത് ശ്രീകൃഷ്ണന്റെ രൂപമല്ല ഇപ്പൊ കാണുന്നത്. അപ്പം ഈ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ല എന്ന് മനസ്സിലായതായി. അതുകൊണ്ട് ദ്രംഷ്ടാകരാളാനിജ തേ മുഖാനി ദൃഷ്ടൈവ കാന അനല സന്നിഭാനി ദിശോന ജാനേന ലഭേജ ശർമ്മ പ്രസീത ദേവേശ ജഗന്നിവാസ. ദ്രംഷ്ടങ്ങളാൽ, അതായത് ദ്രംഷ്ടാകരാളാണി, ദ്രംഷ്ടങ്ങളാൽ ഭയങ്കരങ്ങളും കാല അനല സന്നിഭാനി, പ്രളയാഗ്നിക്ക് തുല്യങ്ങളായിരിക്കുന്ന തേ മുഖാനി ദൃഷ്ട ഏവ, അങ്ങയുടെ മുഖങ്ങളെ കണ്ടിട്ട് തന്നെ ദിശ ന ജാനേ ശർമ്മച ന ലഭേ, ദിക്കുകളെ അറിയുന്നില്ല, സുഖത്തെ ഒട്ട് പ്രാപിക്കുന്നുമില്ല. ദേവദേവേശ പ്രസാദിക്കണേ, ഹേ ദേവേശ ജഗന്നിവാസ എന്നിൽ പ്രസാദിച്ചാലും. സ്ഥലകാല ബോധം പോലും നഷ്ടപ്പെട്ടു എന്നാ പറയുന്നത്. അതങ്ങനെയാ. നമ്മൾ ശരിക്കും ഇൻട്യൂഷൻ കിട്ടിയാൽ നമ്മൾ ശരീരബോധമോ ഇല്ലെങ്കിൽ സ്ഥലകാല ബോധമോ ഇല്ലാതെ ഒരു പ്രത്യേക സ്ഥിതിയിലേക്ക് ഉയരും. ഞാനിപ്പോൾ നിങ്ങൾക്ക് ട്രെയിനിങ് തന്നില്ലേ, എന്താ സൂക്ഷ്മ ശരീരത്തിലൂടെ സഞ്ചരിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞിട്ട് സ്ഥൂല ശരീരത്തെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് സ്ഥൂല ശരീരം കൊണ്ട് അസ്ട്രാബോഡി കൊണ്ട് അന്തരീക്ഷത്തിലേക്ക് ഉയരാൻ ഞാൻ പറഞ്ഞു. അത് ശരിക്കും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ദേഹബോധം വിട്ടു മുകളിലേക്ക് പോകും. ആ ഒരു അവസ്ഥയിൽ സ്ഥലകാല ബോധമൊക്കെ നഷ്ടപ്പെട്ടു. നമുക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് എന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും പോയിട്ട് പങ്കെടുത്തിട്ട് തിരിച്ചു വരാം. മറ്റുള്ളവരൊന്നും കാണുമില്ല. ഇനി കാണണമെന്നുണ്ടെങ്കിലും ഒരു സ്ഥിതിയിലെത്തിയാൽ നിങ്ങൾക്ക് ഈ സ്ഥൂല ശരീരത്തെ പ്രത്യക്ഷമാക്കാനും അപ്രത്യക്ഷമാക്കാനും കഴിയും. അങ്ങനെയുള്ള ആളാണ് മഹാബാബാജി എന്ന് പറയുന്നത്. ആ ബാബാജിയുടെ ആ ഫോട്ടോ നോക്കൂ. നിങ്ങൾ മഹാവതാർ ബാബാജിയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? ഫോട്ടോ എങ്കിലും കണ്ടോളൂ. ഇതാണ് ഇദ്ദേഹം. സൂക്ഷ്മ ശരീരത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും,
എവിടെ വേണമെങ്കിലും സൂക്ഷ്മ ശരീരത്തെ സ്ഥൂല ശരീരമാക്കി പ്രത്യക്ഷമാകാനും സാധിക്കും. 2000 വർഷമായിട്ട് ജീവിച്ചിരിക്കുന്ന ആളാണ് അദ്ദേഹം. പലരും ഇത് നേരിട്ട് കണ്ട് ദീക്ഷ വാങ്ങിയവരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒന്ന് മോഹൻജി, ഇവിടെ വന്ന മോഹൻജി നേരിട്ട് ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ദീക്ഷ എടുത്തുള്ള ഉപദേശം സ്വീകരിച്ചിട്ടുള്ള ആളാണ്. പിന്നെ ഞാനിപ്പോൾ ഒരു ദീക്ഷ എടുത്തിട്ടുണ്ട് തക്കല, തിരുവനന്തപുരം പോയിട്ട്. അദ്ദേഹത്തിന് നേരിട്ട് തിരുവനന്തപുരത്ത് പഴുതക്കാട് താമസിക്കുന്ന സമയത്ത് ഇദ്ദേഹം നേരിട്ട് ഈ ബാബാജിയെ കണ്ടിട്ടുണ്ട്. എവിടെ വേണേലും സഞ്ചരിക്കാം, ലോകത്ത് എവിടെ വേണേലും ഇദ്ദേഹത്തിന് അഷ്ടാബോഡി കൊണ്ട് സഞ്ചരിക്കാം. സ്ഥൂല ശരീരം പ്രത്യക്ഷമാക്കാൻ സാധിക്കും, അപ്രത്യക്ഷമാക്കാൻ സാധിക്കും. അപ്പൊ സ്ഥലകാല ബോധം നമുക്ക് ഇപ്പൊ ദേഹത്തോടു കൂടി നമ്മളിവിടെ ഇരിക്കുമ്പം നമ്മൾ ശരിക്കും സമാധി ഒരു പ്രത്യേക ധ്യാനാവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ഥലകാല ബോധം ഇല്ലാതിരിക്കും. നമ്മൾക്ക് ഇപ്പോഴും ഉണ്ട് ആ കഴിവ്, ഇല്ലാന്ന് ആരും ധരിക്കണ്ട, നമുക്കൊക്കെ ഉണ്ട്. ചില സമയത്ത് നമ്മൾ മൊബൈലിൽ കളിക്കുമ്പോഴൊക്കെ സ്ഥലകാല ബോധമൊക്കെ വിട്ടിട്ടിരിക്കാറില്ലേ? ഇഷ്ടമുള്ള സീരിയൽ കാണുമ്പോഴോ സിനിമ കാണുമ്പോഴോ ഭൂമി കുലുങ്ങാൻ അറിയില്ല. ഓ, അപ്പൊ അർജുനൻ പറയുന്നത് അങ്ങയുടെ രൂപം കണ്ടിട്ട്, പ്രളയാഗ്നി സമാനമായിരിക്കുന്ന അങ്ങയുടെ മുഖങ്ങളെ കണ്ടിട്ട് ഞാൻ ദിക്കുകളെ പോലും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു. എന്താ സുഖം എന്നാ അതുകൊണ്ട് പ്രത്യേകിച്ച് സുഖം അനുഭവിക്കുന്നുണ്ട്? അതുമില്ല, സുഖത്തെ പ്രാപിക്കുന്നുമില്ല. ജഗത്തിന് ആധാരമായിരിക്കുന്ന ദേവദേവേശ പ്രസാദിക്കണേ എന്നാ ബോധത്തോടുകൂടി സംസാരിക്കുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നല്ല ബോധമുണ്ട്. അത് നമ്മളോട് പറയുന്നുണ്ടല്ലോ, നമ്മളോടല്ല ഭഗവാനോടെ പറയണേ. അപ്പൊ ജാഗ്രത അവസ്ഥയിലാണ് ഇവിടെ ഈശ്വര ദർശനം ലഭിച്ചിരിക്കുന്നത്. പക്ഷെ എന്നാലും ആ ജ്ഞാനദൃഷ്ടി കൊണ്ട് ഭഗവാനെ കണ്ടിട്ട് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലും പ്രത്യേകിച്ച് സുഖത്തെ അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞു. കാരണം ചികിത മനസ്സനാണെന്ന് പറഞ്ഞു. എന്നാൽ ശരീരത്തിന്റെ ദേഹബോധത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടിട്ടില്ല എന്നർത്ഥം. ഇതെങ്ങനെ രണ്ടും കൂടെ സാധിക്കുക അല്ലെ? ചികിത മനസ്സനാണെന്ന് പറയും. ചഞ്ചലാവസ്ഥയുണ്ട്. ആദിദൈവിക ദുഃഖമാണ് ചഞ്ചലാവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ചഞ്ചലാവസ്ഥയും കൂടെ പോകണം എന്നുണ്ടെങ്കിൽ എന്തു വേണം എന്നുള്ള ബോധം അർജുനുണ്ട്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കണ ജഗത്തിന് ആധാരമായിരിക്കുന്ന ദേവദേവേശ പ്രസാദിക്കണേ. നമുക്ക് ഉണ്ടാകുന്ന ഈ ചഞ്ചലാവസ്ഥ പോകണമെങ്കിൽ ഈശ്വര പ്രസാദമില്ലാതെ ആദിദൈവിക ദുഃഖം എന്ന് പറയുന്നതാണ് ഈ ശരീരത്തിനും മനസ്സിനും ബാധിക്കുന്ന ചഞ്ചലാവസ്ഥ. അത് ഭൗതികമായ തലത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളല്ല. അപ്പൊ അത് ഇല്ലാതെ ആകണം എന്നുണ്ടെങ്കിൽ ആരുടെ അനുഗ്രഹം വേണം? പൂർണ്ണമായിട്ടും ഈശ്വരന്റെ അനുഗ്രഹം വേണം. അപ്പോഴേ ഈ ദൈവികമായിട്ടുള്ള, അതായത് പൂർണ്ണമായിട്ട് സ്റ്റേബിലിറ്റി ഇല്ലാത്തൊരവസ്ഥ നമുക്കുണ്ടെങ്കിൽ, നമുക്ക് എല്ലാ സൗകര്യവും ഉണ്ടെന്ന് വിചാരിച്ചോ, വീട്ടിലെല്ലാ സംഗതികളും ഉണ്ട്, ഒരു AC, ഫ്രിഡ്ജ് എന്ന് വേണ്ട, പൈസയും ഒന്നിനും ഒരു ദാരിദ്ര്യവും ഇല്ല, ഒരു വിഷമവും ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ഇരുന്നാൽ സമാധാനം കിട്ടുന്നില്ല, എന്ത് കാര്യത്തിലും മനസ്സ് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. എന്നാൽ സ്ഥലകാലബോധം ഇല്ലാതെ ചിലപ്പോൾ ഇരിക്കുകയും ചെയ്യും. അതും ഇത് ആലോചിച്ചിട്ട് നമ്മൾ മിഥ്യാധാരണയിൽ ഇരിക്കുമ്പോഴും സ്ഥലകാലബോധം ഇല്ലാതിരിക്കും. സമാധാനം ഒട്ടും കിട്ടില്ല. എന്നാൽ സുഖം, ഏതെങ്കിലും ഇന്ദ്രിയ ഭോഗ സുഖങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? അതുമില്ല. എന്നാൽ കിടന്ന് ഉറങ്ങാമെന്ന് ചോദിച്ചിട്ടുണ്ട്, ഉറങ്ങിയാലോ ഓർക്കും വരില്ല. നടന്നാൽ നടക്കാൻ പറ്റില്ല, കിടന്നാൽ കിടക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ എടുത്തു വെച്ചാൽ സമാധാനം ഇല്ലാത്തൊരവസ്ഥ. ഇതാണ് ആദിദൈവിക ദുഃഖത്തിന്. നമ്മളിപ്പോ പ്രത്യക്ഷ പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പം എന്താ ടെൻഷൻ എന്ന് പറയും. ആ ടെൻഷൻ മാറണമെങ്കിലേ ഭൗതിക പരിഹാരങ്ങളെ കൊണ്ടൊന്നും സാധിക്കില്ല. അതിന് ഈശ്വരന്റെ കൃപ വേണം. അത് ശരിക്കും ദൈവാധീനമുള്ളവർക്ക് കൃത്യമായിട്ട് പിൻ പോയിന്റ് പിടിക്കും. ഇവിടെ അർജുനൻ ഇത്രയൊക്കെ തൻ്റെ മനസ്സിന്റെ അവസ്ഥയൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥ, ചഞ്ചലാവസ്ഥ പറയുന്നുണ്ട്, ഭയത്തെ പറയുന്നുണ്ട്, സംശയത്തിൽ നിന്നാണ് ഭയം ഉണ്ടാകുക.
അപ്പം അതെല്ലാം നല്ല ബോധത്തോടു കൂടി ഭഗവാന്റെ അടുത്ത് പറയുന്നു, ജഗത്തിന് ആധാരമായിരിക്കുന്ന ദേവേശ പ്രസാദിക്കണം. അതായത് ഈശ്വര കൃപയില്ലെങ്കിൽ ഈ ആദിദൈവിക ദുഃഖത്തെ നമുക്ക് ഇല്ലാതെയാക്കാൻ സാധ്യമല്ല. കാരണം പറയുമ്പോൾ നമുക്ക് പലതും നമ്മുടെ കൂടെയുള്ളവരുടെ പ്രശ്നങ്ങളോ ഇല്ലേ മറ്റുള്ള പ്രശ്നങ്ങളോ ഇതുകൊണ്ടാണ് സമാധാനം ഇല്ലാത്തതെന്നൊക്കെ നമുക്ക് പറയാം. നമ്മൾ എവിടെയെങ്കിലും ചാരി നിൽക്കാൻ മിടുക്കന്മാരാണല്ലോ. നമുക്ക് എന്തെങ്കിലും സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പിടിച്ചിട്ട് നിൽക്കും, അല്ലേ? ഇതേ ഭാവം നമ്മുടെ മനസ്സിനും ഉണ്ടെന്നർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും ഇല്ലെങ്കിൽ അവൻ കാരണം എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചേ എന്നൊക്കെ പറയാൻ കാരണം. എവിടെയെങ്കിലും ഒന്ന് ചാരി നിന്നാലേ മനസ്സമാധാനം ഉണ്ടാവും എന്നൊരു തോന്നൽ. അപ്പൊ മറ്റാരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടോ ഇല്ല അവൻ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ച് അവൻ എന്നെ പറ്റിച്ചു, ഇല്ലെങ്കിൽ വെളുക്കാൻ തേച്ച് പാണ്ടായി എന്നൊക്കെ പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും ചാരി നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടാ, അല്ലാതെ ഒന്നുമല്ല. അപ്പൊ നമ്മുടെ സ്ഥിതി എന്താണെന്ന് ശരിക്കും നമുക്ക് ഈ നിമിഷം എന്താണ് നമ്മുടെ മനസ്സിനും ശരീരത്തിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണം. അതിന് ആൾട്ടർനേറ്റീവ് എന്താണെന്ന് നമ്മുടെ ബോധത്തിൽ തന്നെ ഉദിക്കും. ശരിക്കും ജ്ഞാനക്കണ്ണ് തുറന്നാൽ ഇവിടെ അർജുനന് ജ്ഞാനദൃഷ്ടി കിട്ടിയിരിക്കുന്നത് കൊണ്ടാണ് കൃത്യമായിട്ട് ആൾട്ടർനേറ്റീവ് എന്താണെന്ന് മനസ്സിലായി. അതായത് ദൈവാധീനം നമ്മുടെ കയ്യിലുണ്ട്. ഈ ദൈവത്തിന്റെ അധീനമാണ് ജീവനായിട്ട് നമ്മുടെ ശരീരത്തിരിക്കുന്നത്. അത് ആക്ടിവേറ്റ് ചെയ്താൽ നമുക്കുണ്ടാകുന്ന ഈ പറയുന്ന കൺസിക്വൻസീസ് ഒക്കെ ഉണ്ടായാലും വേണ്ടില്ല, എന്തൊക്കെ സുഖദുഃഖങ്ങൾ അനുഭവിച്ചാലും വേണ്ടില്ല, പ്രാരാബ്ധം കാരണം പലതും വന്നു പോകും. ഒന്നും സ്ഥിരമായിട്ട് നിൽക്കില്ല, അത് ഉറപ്പിച്ചോളൂ. നിങ്ങൾക്ക് സുഖം അനുഭവിക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് നിൽക്കില്ല, ദുഃഖവും സ്ഥിരമായിട്ട് നിൽക്കില്ല, ഈ ചഞ്ചലാവസ്ഥയും സ്ഥിരമായിട്ട് നിൽക്കില്ല, ഭയവും സ്ഥിരമായിട്ട് നിൽക്കില്ല, നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കില്ല, നിമിഷം ചലിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതിനെ ഓവർകം ചെയ്യാനുള്ള ബോധവും നമുക്ക് ആ നിമിഷത്തെ എപ്പോൾ ചഞ്ചലാവസ്ഥ ഉണ്ടാകുന്നോ അതിന് സ്റ്റേബിലിറ്റിക്ക് കാരണം എന്താണ്, ദൈവം തന്നെയാണെന്ന് ഉറപ്പിച്ചിട്ട് ദൈവത്തിന്റെ കൃപയാലാണ് ഈ ദർശനം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അത് കണ്ടിട്ടുണ്ടായ ചഞ്ചലാവസ്ഥ പരിഹരിക്കണമെങ്കിൽ ആ ദൈവത്തിന് മാത്രമേ സാധിക്കുള്ളൂ എന്ന് അർജുനന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രസാദിക്കണ ജഗന്നിവാസ എന്ന് പറഞ്ഞത്. ജഗത്തിന് ആധാരമായിരിക്കുന്ന ദേവദേവേശ പ്രസാദിക്കണേ എന്ന് പറഞ്ഞു. അമീചിത്വാ ധൃതരാഷ്ട്രസ്യ പുത്രാം സർവേ സഹൈവാനി പാലസംഖ്യൈ ഭീഷ്മോ ദ്രോണസൂതപുത്രാസ്തദാസു സഹാസ്മൈരപി യോധമുഖ്യാം വക്രാണി തേ ത്വരമാണ വിശന്തി ദ്രംഷാകരാളാനി ഭയാനികാനി കേതീത്വലഗ്നാ ദശനാന്തരേഷു സദൃശന്തേ ചൂർണിരുദ്രമാകെ. ഇവിടെ പ്രസാദിക്കണേന്ന് പ്രാർത്ഥിച്ചത് പ്രത്യേകിച്ച് ഭഗവാൻ ആക്ഷൻ എടുക്കണ്ട, കാരണം ജ്ഞാനദൃഷ്ടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ദൈവാധീനം ക്ലിക്കായി. ദൈവാധീനം ക്ലിക്കായാൽ എന്താ ഗുണം കിട്ടുക? ത്രികാലങ്ങളെ കാണാൻ സാധിക്കാം. ത്രികാലങ്ങളെ കാണുന്ന അർജുനന് ഇപ്പൊ എന്താ പ്രശ്നം? ഈ യുദ്ധം നടന്നാൽ ഒന്നുകിൽ അവർ ജയിക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ ജയിക്കും. ആര് ജയിച്ചാലാ ശ്രേയസ് ഉണ്ടാകുക എന്നറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പൊ ശ്രേയസിന് വേണ്ടിയിട്ട് ആ ഭഗവാന്റെ അടുത്ത് ശരണം പ്രാപിച്ചതും അതെ. ഇവിടെ അവനവന്റെ തന്നെ ജ്ഞാനദൃഷ്ടിയിലൂടെ കാണിച്ചു കൊടുക്കാണ് ഈ യുദ്ധം നടന്നാൽ എന്ത് സംഭവിക്കും. അതാണ് ഇവിടെ പറയുന്ന 2 ശ്ലോകത്തിലൂടെ. അവനി പാലാസംഖ്യൈ സഹ ഏവ, രാജാക്കന്മാരുടെ സംഘങ്ങളോട് കൂടി തന്നെ അമീ ധൃതരാഷ്ട്രസ്യ പുത്ര, ഈ ധൃതരാഷ്ട്രപുത്രന്മാരും ഭീഷ്മ ദ്രോണ അസൗ, ഭീഷ്മ ദ്രോണരും ഈ സൂതപുത്രൻ എന്ന് പറഞ്ഞ കർണൻ, തഥാ അസ്മതീയൈ, അപ്രകാരം തന്നെ നമ്മുടെ പക്ഷത്തുള്ള യോധമുഖ്യാസഹ, യുദ്ധവീരന്മാരോട് കൂടി സർവേ അപി ത്വാം വിശന്തി, എല്ലാവരും അങ്ങയെ പ്രാപിക്കുന്നു. ഈ യുദ്ധവീരന്മാരെല്ലാവരും കൂടെ അങ്ങയെ പ്രാപിക്കുന്നു. സർവേ അഭിത്വം വിശന്തി, എല്ലാവരും അങ്ങയെ പ്രാപിക്കുന്നു. ദ്രംഷ്ടാകരാളാനി, ദ്രംഷ്ടങ്ങളാൽ വികൃതങ്ങളും ഭയാനികാനി, ഭയങ്കരങ്ങളുമായിരിക്കുന്ന അങ്ങയുടെ വക്രാണി ത്വരമാണ വിശന്തി, വായുകളിലേക്ക് തിടുക്കം കൊണ്ട് പ്രവേശിക്കുന്നതായിട്ടും കാണുന്നു. കേജിത് ചൂർണിതൈ ഉത്തമാങ്കൈ ദശനാന്തരേഷു വിലഗ്ന, ചിലർ പൊടിഞ്ഞ ശിരസുകളോടുകൂടി പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു.
സദൃശ്യന്തേ പറഞ്ഞാൽ പറ്റിപ്പിടിച്ചേർന്നിരിക്കുന്നതായിട്ടും കാണുന്നു. അതായത് രാജാക്കന്മാരുടെ കൂട്ടങ്ങളോടുകൂടി തന്നെ ഈ ധൃതരാഷ്ട്രപുത്രന്മാരായിരിക്കുന്ന ദുര്യോധനാദികളും ഭീഷ്മരും ദ്രോണരും ഈ കർണനും അപ്രകാരം തന്നെ യുദ്ധവീരന്മാരായിട്ട് ആരൊക്കെ ഉണ്ടോ ഞങ്ങളുടെ ഭാഗത്തുള്ള യുദ്ധവീരന്മാരോടുകൂടി ഞങ്ങളുടെ ഭാഗത്തുള്ള യുദ്ധവീരന്മാരും, അപ്പൊ രണ്ടു പക്ഷത്തെയും പറഞ്ഞു എന്നർത്ഥം, എല്ലാവരെയും അങ്ങയെ അഥവാ അങ്ങയിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. അതായത് യുദ്ധത്തിന്റെ പരിണിത ഫലം ഓൺ ദി സൈറ്റില് അർജുനൻ കാണുകയാണെന്നർത്ഥം. അർജുനന് ഭയം ഉണ്ടാകുക, ഈ സംശയം എന്തുകൊണ്ടാണ് ഉണ്ടായത്, ആരാ ജയിക്കാന്ന് അറിയില്ല, ആരാ ജയിച്ചാലാണ് ശ്രേയസ് ഉണ്ടാകുക എന്നും കൺഫ്യൂഷൻ ഉണ്ടായി. ഇവിടെ യുദ്ധം നടക്കുന്നതും നടന്നാൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് ഈ വീരശൂര പരാക്രമികളായിട്ടുള്ള ആ മറുപക്ഷത്തോളം മുഴുവൻ ഭീഷ്മര് ദ്രോണര് കർണര് ആരൊക്കെ ഉണ്ടോ അവരും സ്വന്തം പക്ഷത്തുള്ള യുദ്ധവീരന്മാരും പലരും പൊടിഞ്ഞ ശിരസ്സുകളുമായിട്ട്, ഇല്ലെങ്കിൽ അവരൊക്കെ പരാജയപ്പെടുന്നതായിട്ട് കൊല്ലപ്പെടുന്നതായിട്ട് അർജുനൻ പ്രത്യേകം ഈ സൈറ്റിലൂടെ കാണുകയാണ്. അപ്പൊ സംശയം തീർന്നില്ല, ആരാ ജയിക്കുക എന്നുള്ള സംശയമുണ്ട്. ദ്രംഷ്ടങ്ങളാൽ വികൃതങ്ങളും ഭയങ്കരങ്ങളുമായിരിക്കുന്ന അങ്ങയുടെ വായിൽ ഇവരെല്ലാം തിടുക്കം പൂണ്ട് പ്രവേശിക്കുന്നതായിട്ടും ഈയാമ്പാറ്റകൾ പോയിട്ട് അഗ്നിയിലേക്ക് പ്രവേശിക്കുന്നത് പോലെ ഈ പറയുന്ന അസുര വിത്തുക്കളൊക്കെ മുഴുവൻ ഭഗവാനിലേക്ക് പോയി ലയിക്കുന്നതായിട്ട് അർജുനൻ കാണുന്നു. പൊടിഞ്ഞ ശിരസ്സുകളുമായിട്ട് അങ്ങയുടെ പല്ലുകൾക്കിടയിൽ പലരും പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ടും കാണും. അപ്പം ഒരു വിശ്വരൂപത്തിൽ ഭീകരങ്ങളായിട്ടുള്ള വിശ്വരൂപം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, തൃക്കാലങ്ങളെയും കാണാൻ സാധിക്കും വിശ്വരൂപത്തിൽ. ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാനിരിക്കുന്നതും ഒക്കെ മുഴുവൻ അവിടെ കാണാം. ഇതാണ് ശരിക്കും ഒരു ജ്ഞാനദൃഷ്ടി ലഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈശ്വരനെ കാണൽ മാത്രമല്ല, ഈശ്വരൻ എന്ന് പറയുന്നത് ഈ ലോകം മുഴുവനാണ്. അപ്പൊ ഈ ലോകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ടോ, നടന്നു കഴിഞ്ഞിട്ടുണ്ടോ, നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ, നടക്കാനുണ്ടോ, അത് മുഴുവൻ ഒരൊറ്റ ശരീരത്തിൽ ജ്ഞാനദൃഷ്ടിയുടെ കാണാൻ സാധിക്കും എന്നർത്ഥം. ഇതാണ് ഏറ്റവും വലിയ ഈശ്വര സാക്ഷാത്കാരത്തിന്റെ പരമ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ അർജുനന് വിശ്വരൂപം കാട്ടിക്കൊടുക്കുന്ന സമയത്ത് ധൃതരാഷ്ട്രപുത്രന്മാരും ഭീഷ്മ ദ്രോണാദികളും യഥാർത്ഥത്തിൽ ഭരിച്ചു കഴിഞ്ഞിട്ടില്ല. എന്നാൽ സ്ഥലകാല പരിമിതികൾക്ക് വിധേയം അല്ല വിശ്വരൂപം. അതിനാൽ നടന്നു കഴിഞ്ഞതും നടക്കുന്നതും നടക്കാനിരിക്കുന്നതുമായിരിക്കുന്ന എല്ലാ ഭൂത വർത്തമാന ഭാവികൾ ഒരേ സമയം ഒരിടത്ത് ഒന്നിച്ച് നിൽക്കുന്ന പ്രതീതി അർജുനൻ ദർശിക്കുന്നുണ്ട്. ഇത് അർജുനൻ മാത്രമല്ല, നമ്മൾ യഥാർത്ഥ ഭക്തിയുടെ ഒരു ലെവലിലേക്ക് എത്തിയാൽ നമുക്ക് ചുറ്റുമുള്ളതൊക്കെ ഈ 3 കാലങ്ങളിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് അറിയാൻ പറ്റും, കാണാൻ പറ്റും, അനുഭവിച്ചറിയാൻ സാധിക്കും. അനുഭവിച്ചറിയുന്ന വർത്തമാനത്തിലെ കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ, മറ്റത് അനുഭവിച്ചറിയാൻ പറ്റില്ല. പക്ഷെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെയാണ് സംഭവിച്ചതെന്നും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നും മനസ്സിലാക്കാം. നമുക്കിപ്പോൾ ഭൂതകാലങ്ങളിലുള്ള ഏറ്റവും വലിയ ഗുണം എന്താ, ഭൂതകാലങ്ങളെ പറ്റി ചിന്തിച്ച് മിഥ്യാചാരം ചെയ്യരുതെന്നൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭൂതകാലങ്ങളിലെ ഗുണദോഷം കണ്ടെത്തണം നമുക്ക്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ സുഖം ഉണ്ടായെങ്കിൽ എന്തുകൊണ്ടാണ് സുഖം ഉണ്ടായത്, ആ സുഖം എന്തുകൊണ്ടാണ് അനുഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് നമുക്ക് ഭയം ജനിച്ചു ഇല്ലെങ്കിൽ ദുഃഖമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദോഷം എവിടെയാ സംഭവിച്ചതെന്ന് നമ്മൾ ട്രേസ് ഔട്ട് ചെയ്യണം. അതിനെ ഭൂതകാലം, അല്ലാതെ ഭൂതകാലത്തെ ചിന്തിച്ച് മതിമറന്നിരിക്കാൻ വേണ്ടിയിട്ടല്ല. ഭൂതവർത്തമാന ഭാവികൾ, ആ ഭൂതകാലങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഗുണദോഷം തിരിച്ചറിഞ്ഞുകൊണ്ട് വർത്തമാനത്തിലാണ് പ്രവർത്തിക്കേണ്ടത്. വർത്തമാനത്തിൽ ഗുണദോഷം തിരിച്ചറിഞ്ഞുകൊണ്ട് ഗുണത്തിന് അടിസ്ഥാനമായിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചാൽ ഭാവി നന്നാകുന്ന ഉറപ്പല്ലേ. നമുക്ക് ഈ ഉറപ്പില്ലാതെ പ്രവർത്തിക്കുമ്പോഴാണ് പിന്നെ കർമ്മത്തിന്റെ ഗതി മാറിയിട്ട് സുഖാണോ ദുഃഖാണോ എന്നുള്ള എക്സൈറ്റ്മെന്റിലായിരിക്കും ഓരോന്ന് ചെയ്യുക. ഫലേച്ഛ ഇല്ലാതെ അർപ്പണബോധത്തോടെ കർമ്മം ചെയ്യാൻ പോലും സാധിക്കാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഫലേച്ഛയെ പറ്റി വ്യാകുലപ്പെടുന്നതുകൊണ്ടാണ്. പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുള്ള കുട്ടികൾ വരെ പരീക്ഷയ്ക്ക് ജയിക്കുമോ തോക്കുമോ എന്നുള്ള ചഞ്ചലാവസ്ഥ വന്നാൽ പഠിത്തത്തിൽ ശ്രദ്ധ കുറയും.
അത് പരീക്ഷയിൽ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. 50% കുട്ടികൾക്കും, 50 അല്ല, ഒരു 70, 75, 80% കുട്ടികൾക്കും പരീക്ഷാ പേടി എന്ന് പറയുന്ന സംഗതി ഉണ്ടാകാൻ കാരണം ഈ ഫലേച്ഛയിൽ പറ്റി വ്യാകുലപ്പെട്ടുകൊണ്ട് പഠിക്കാനിരിക്കുന്നുമുണ്ട്. പലർക്കും ഒരു കംപ്ലൈൻറ്റ്, പഠിക്കും, രാത്രിയും പകലും ഇരുന്ന് പഠിക്കുന്നുണ്ട്, പക്ഷെ പരീക്ഷ സമയമാകുമ്പോൾ മറന്നു പോകുന്നു എന്ന് പറയും. എന്താ കാരണം? ഇത് തന്നെ പരീക്ഷാ പേടി തന്നെ പ്രശ്നം. അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ സനാതന ധർമ്മത്തിൻ്റെ ഈ ഈശ്വരോപാസനയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പെർഫെക്റ്റായിട്ട് പ്രവർത്തിച്ചാൽ ഈ സുഖം വേണ്ട വിധത്തെ അനുഭവിക്കാനും സാധിക്കും, ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വരികയില്ല. കാരണം ദോഷം സംഭവിച്ചാലേ ദുഃഖം അനുഭവിക്കുള്ളൂ. നമുക്ക് ഇഷ്ടമില്ലാത്തത് അനുഭവിക്കേണ്ടി വന്നാലേ ദുഃഖം വരുള്ളൂ. ഇഷ്ടമുള്ളത് തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എവിടെ ദുഃഖം വരിക? ദുഃഖം നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്, അല്ലാതെ ഈശ്വരന്റെ പ്രൊഡക്ഷനല്ല സുഖവും ദുഃഖവും. അപ്പൊ അതുകൊണ്ട് ഭൂതവർത്തമാന ഭാവികൾ ഒരേ സമയം ഒരിടത്ത് ഒന്നിച്ചു നിൽക്കുന്ന പ്രതീതി അർജുനൻ ദർശിക്കുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഡെഡിക്കേറ്റഡ് ഭക്തി ഉണ്ടായാൽ ഈ ത്രികാലങ്ങളെ അറിയാൻ സാധിക്കും എന്നർത്ഥം. ഒന്നുകിൽ ഞങ്ങൾ ജയിക്കും, അല്ലെങ്കിൽ അവർ ഞങ്ങളെ ജയിക്കും എന്ന് 2-ാം അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഭഗവാനോട് പറയുന്നുണ്ട് അല്ലേ? 7-ാമത്തെ ശ്ലോകത്തിലാണ് കർപ്പണ്യ ദോഷോപഗത സ്വഭാവ എന്ന് പറഞ്ഞത്. അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്ന വാക്കിലൂടെ അർജുനൻ നേരത്തെ സൂചിപ്പിച്ച ആശങ്ക പരിഹരിക്കുന്നതിനും വേറെ ഏതെല്ലാം നീ കാണാൻ ഇച്ഛിക്കുന്നുവോ അതുകൂടി കണ്ടുകൊള്ളാൻ ഭഗവാൻ ആദ്യം പറഞ്ഞല്ലോ, വിശ്വരൂപം കാണിച്ചു കൊണ്ടല്ലേ. അപ്പൊ ഈ ത്രികാലങ്ങളിൽ ഇനി വരാൻ പോകുന്ന കാലത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ആർക്കാണ് ശ്രേയസ് ഉണ്ടാക്കുക, ആരാണ് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ സാധിക്കുക എന്നുള്ള സംശയമൊക്കെ തീർത്തു കൊടുക്കുക, കാണിച്ചു കൊടുക്കുക എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അനുസരിച്ചാണ് മുകളിൽ വിവരിച്ച പ്രകാരമുള്ള ദൃശ്യങ്ങൾ അർജുനന് കാണിച്ചു കൊടുക്കുന്നത്. ഈ എന്താ പറഞ്ഞേ, ഈ ത്രികാലങ്ങളെ കാണിക്കുന്ന പ്രക്രിയ നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോഴേ 7-ാമത്തെ മാസത്തിൽ ഇതൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് വരണേ. അവിടെയാണ് ജ്ഞാനദൃഷ്ടി ഭഗവാൻ നൽകുന്നത്, ബോധം. അവിടെ നൽകിയിട്ട് നമ്മളെ പൂർവ്വ എത്ര ജന്മങ്ങളിൽ നമ്മളെ എന്തൊക്കെയായിട്ടും എവിടെയൊക്കെ എന്തൊക്കെ പുണ്യങ്ങളും പാപങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് മുഴുവൻ വിഷ്വലൈസ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അർജുനന് മാത്രമൊന്നുമല്ല ദിവ്യദൃഷ്ടി കൊടുത്തേക്കണം. നമ്മൾ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ 7-ാമത്തെ മാസത്തിൽ കൃത്യമായിട്ട് എല്ലാവർക്കും ദിവ്യദൃഷ്ടി കിട്ടിയിട്ടുണ്ട്. പുറത്തേക്ക് വന്നു കഴിയുമ്പം ഒക്കെ ഫ്ലാഷ് അടിച്ചു പോകും. അപ്പം ഞാനും നിങ്ങളൊക്കെ ഇരുന്ന് പരമമായത് കേൾക്കുമ്പോൾ ഇരുന്ന് ഉറങ്ങിപ്പോവും. പറയുമ്പോഴും ഉറങ്ങും, കേൾക്കുമ്പോഴും ഉറങ്ങും. എന്താ സ്വാമി പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൗതിക ലോകത്തിൽ വന്ന് ദേഹത്തോടുകൂടി വന്ന് പെട്ടാൽ ആദ്യം ഈ ദേഹസംബന്ധമായിരിക്കുന്ന മൂലപ്രകൃതി മായ കയറി പിടിച്ചിട്ടാണ് നമുക്ക് യഥാർത്ഥ ബോധത്തെ മറച്ചു കളയുന്നത്. ഈ മായ എന്ന് പറയുന്ന നിഴല് പോലെ ഉണ്ട് താൻ. ജീവിതകാലം മുഴുവൻ ഈ നിഴല് പോകുന്ന പ്രശ്നമില്ല. നിഴല് മാറി നടക്കാമെന്ന് നോക്കി നോക്കൂ നിങ്ങൾ. എന്താ പറയുക, ഏറ്റവും വലിയ മായ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെ ഒരു കരിനിഴല് കൂടെ നടക്കുന്നുണ്ട്. ഇത് മായ. ഇതിനെയൊന്ന് ഒഴിവാക്കാൻ പറ്റുമോ? എന്നാ നിങ്ങൾ രക്ഷപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് ഏതെല്ലാം വേറെ എന്തെങ്കിലും നീ ഇനി കാണാൻ ഇച്ഛിക്കുന്നുവോ അതുകൂടി കണ്ടുകൊള്ളാൻ എൻ്റെ ദേഹത്തിലൂടെ നീ കണ്ടുകൊള്ളാനാണ് ഭഗവാൻ പറഞ്ഞത്. നിന്റെ ദേഹത്തിലൂടെ എന്നല്ല, എൻ്റെ ദേഹത്തിലൂടെ നീ കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞത്. ആ പാത്രവും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ദേഹത്തിലൂടെ അല്ല നമ്മൾ കാണുക. ഈ പറയുന്ന ത്രികാലജ്ഞാനമൊക്കെ കിട്ടുന്ന നമ്മുടെ ദേഹത്തിലെ ശക്തി കൊണ്ടോ ദേഹത്തിൽ നിന്നോ അല്ല കാണുന്നത്. ഭഗവാന്റെ ദേഹത്തിൽ ഈശ്വരനാണ് കാണിച്ചു തരുന്നത്. അപ്പൊ ഈശ്വരനാണ് നമുക്ക് വിഷ്വലൈസേഷൻ നൽകുന്നത് എന്ന് മനസ്സിലാക്കുള്ളൂ. ആ ഈശ്വരൻ പറഞ്ഞാലോ, ഈ കരിനഴൽ ഇതിനിടയ്ക്ക് വീണാൽ
ഈശ്വരൻ മറിഞ്ഞു പോകും. ഒരു നിമിഷത്തേക്ക് പറഞ്ഞാൽ ഇതൊക്കെ ഫ്ലാഷ് അടിച്ചു. അപ്പൊ ഈ ദൃശ്യങ്ങള് അർജുനന് മാത്രമൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ജനിക്കുമ്പം 7ാമത്തെ മാസത്തിൽ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ഈ ദിവ്യദർശനമൊക്കെ കിട്ടിയിട്ട് അങ്ങോട്ട് വന്നേക്കണേ. പക്ഷെ പുറത്തേക്ക് വന്നത് തലതിരിഞ്ഞു പോയി എന്ന് മാത്രം. എല്ലാം തലതിരിഞ്ഞു. പിന്നെ യഥാനദീനാം ബഹുവാംബുവേഗോ സമുദ്രമേ, ഇത് പുറത്ത് നിലനിർത്താൻ സാധിച്ചിട്ടെങ്കിൽ നമ്മളിപ്പോ ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതന്നെ ഭഗവാനിലേക്ക് എത്തി. ശരി, ഈ മായപ്പെട്ടുകൊണ്ടായി, മായയെ ജയിക്കാൻ വേണ്ടിയിട്ടാ ഇതൊക്കെ പഠിക്കണേ. ഈ കരിനിഴലൊന്നും മാറ്റണ്ടേ? സൂക്ഷ്മ ശരീരത്തിന് ഈ നിഴലില്ല കേട്ടോ. സ്ഥൂല ശരീരത്തിനുള്ളൂ ഈ കരിനിഴല്. സൂക്ഷ്മ ശരീരത്തിന് ഒരു നിഴലും ഇല്ല. അത് പ്രകാശ സ്വരൂപ. അസ്ട്രൽ ബോഡി എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. വായുവിന്റെ ഒപ്പം സഞ്ചരിക്കാം, പ്രകാശത്തിന്റെ ഒപ്പം സഞ്ചരിക്കാം, അഗ്നിയുടെ ഒപ്പം സഞ്ചരിക്കാം, ശബ്ദതരംഗങ്ങളുടെ ഒപ്പം സംഭവിക്കാം, ഭൂതങ്ങളുടെ ഒപ്പം എതിലെ വേണമെങ്കിലും ഒഴുകി നടക്കുന്ന പോലെ നടക്കാം. ഈ കരിനിഴല് വീണെന്ന് എന്തുകൊണ്ടായി? സ്ഥൂല ശരീരം കിട്ടുമ്പോഴേ കരിനിഴല് വീഴും. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് ഒരു പരയായിട്ട് മാറണം. ദേഹത്തോടുകൂടി ഇരുന്നു കൊണ്ട് തന്നെ ഈശ്വരന്റെ അനുഗ്രഹം ഒരു നിമിഷത്തേക്ക് കിട്ടിയാൽ നമുക്ക് ഈ ജ്ഞാനദർശി കിട്ടും. അതനുസരിച്ചുകൊണ്ട് പല കാര്യങ്ങൾ, നമ്മുടെ കാര്യം മാത്രമൊന്നുമില്ല, ബാക്കിയുള്ളവരുടെ കാര്യം കൂടെ അറിയാൻ പറ്റും ചിലപ്പോൾ. അത്രമാത്രം നിങ്ങൾ കോൺസെൻട്രേഷൻ ആണെങ്കിൽ അതും കൂടെ മനസ്സിലാക്കും. നിങ്ങൾ മനസ്സിൽ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യം കൂടെ അറിയാൻ പറ്റും. അത്രമാത്രം ശക്തിയാണ് ജ്ഞാനദൃഷ്ടി എന്ന് പറഞ്ഞാൽ. നിസ്സാരമൊന്നും അല്ല എന്നർത്ഥം. ഇത് തേടി വിട്ടോ, ഇല്ലെങ്കിൽ ഇത് കാണാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്ത് വെറ്റില തേച്ചിട്ട് അതിൽ മഷി തേച്ചിട്ട് നോക്കൊന്നും വേണ്ട, അല്ലാതെ തന്നെ അറിയാം. പിന്നെ ചിലർക്ക് ചില മാധ്യമങ്ങള് നിമിത്തമായിട്ട് ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ. വെറ്റിലയിൽ മഷി തേച്ചിട്ട് ഈ 3 കാലങ്ങളെയൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടല്ലോ, വെറ്റില പ്രശ്നം വയ്ക്കുന്നവർ. അതൊക്കെ ഭൗതികമാണ്. അത് ശാശ്വതമായിട്ട് നിലനിൽക്കില്ല. ഈ ജ്ഞാനദൃഷ്ടി തന്നെ ശാശ്വതമായിട്ട് നിൽക്കില്ലല്ലോ. നമുക്ക് ഉള്ളിൽ നിന്ന് കിട്ടുന്നതാണ്. അതും ഒരേപോലെ. എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ദിവ്യദൃഷ്ടിയൊക്കെ കിട്ടിയാലേ, ഇപ്പൊ മനുഷ്യനോട്ടം ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെറ്റില പ്രശ്നം ആയിക്കോട്ടെ, ദേവന്മാര് പ്രശ്നം വെച്ചിട്ട് കൃത്യമായിട്ട് പ്രവചനങ്ങൾ നടത്തുന്നവരായിക്കോട്ടെ, ഇവർക്കൊന്നും സ്റ്റേബിലിറ്റിയോടുകൂടി ഇത് കാലാകാലം നിലനിർത്താൻ സാധിക്കില്ല. ഇതൊരു സിദ്ധിയിൽ പെട്ടുന്നതാണ്. എന്നാൽ ഇത് ഈ സിദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കാതെ അവനവന്റെ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കിട്ടണത്. പക്ഷെ അത് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാവും? അതിന് ദുർവിനിയോഗത്തിലേക്ക് പോവും, അറിയാതെ തന്നെ. തിരക്കും കാര്യങ്ങളാവും. പിന്നെ ഈ പറയുന്ന സിദ്ധിയൊക്കെ ഓട്ടോമാറ്റിക് കരിനിഴലിൽ വന്ന് എടുത്തോണ്ട് പോകും തിരിച്ച്. ദുർവിനിയോഗം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അധികം കാലം നിൽക്കില്ല. ദുർവിനിയോഗം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളിങ്ങനെയൊക്കെ പറയുന്ന ഋകാലങ്ങളെയൊക്കെ കണ്ടിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യും, പറയും, മറ്റുള്ളവർക്ക് ലോകോപകാരം എന്നുള്ള പറഞ്ഞിട്ട് പലതും ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ ഈ ആൾക്കാർ കണ്ടകടിയൊക്കെ കൊണ്ടുവന്ന് വച്ച് നമസ്കരിക്കും. പിന്നെ അതിലെങ്ങാനും ഭ്രമിച്ച് കണ്ണ് പെട്ടോ, പിന്നെ കണ്ണ് ഈ ദിവ്യദൃഷ്ടിയിലൊന്നും നിൽക്കില്ല. അതിന് പ്രത്യേക ഒരു മന്ത്രജപോ സാധനയോ ഇല്ലെങ്കിൽ അതുപോലെയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും ഇതൊക്കെ ക്ലിക്കാകുക. ഈ തിരക്ക് കൂടിയാൽ ഇതൊക്കെ നിന്നുപോകും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ റേഞ്ചിൽ നിന്ന് പുറത്താവും. എന്നാൽ കുറെ പേര് പറഞ്ഞു കേട്ടിട്ടൊക്കെ വരും. പിന്നെ ഈ എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറെ ചിലതൊക്കെ നടക്കുന്നത് പറയുന്നതൊക്കെ ഒക്കെ സത്യമായിട്ട് ഭവിക്കും. അപ്പോഴീ തിരക്കിൽ പെടും, സാധനാപനം കുറയും. അപ്പൊ ശാശ്വതമായിട്ട് ഒരു സംഗതിയും ശാശ്വതമായിട്ട് നിലനിൽക്കും. എന്ത് സിദ്ധി കിട്ടിയാലും നിലനിൽക്കില്ല. ഇപ്പൊ തന്നെ അർജുനന് ഈ ദിവ്യദൃഷ്ടിയൊക്കെ കൊടുത്തിട്ട് അർജുനൻ തന്നെ ആവശ്യപ്പെടുന്നു, എനിക്ക് പഴയ രൂപം ഒന്ന് കാണിച്ചു തന്നാ കേട്ടില്ലാട്ടോ. ഇതെപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനും പറ്റില്ല. ഈ സ്വഭാവം നമുക്കുണ്ടേ.
വിരക്തി ഉണ്ടാവും തന്നെ കുറെ കഴിയുമ്പോൾ. ഞാനിപ്പോ 24 മണിക്കൂർ ഈ വിശ്വരൂപം പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഓട്ടോമാറ്റിക് ലെഫ്റ്റ് ആയി പോകും. നിങ്ങളെല്ലാരും പോയി കഴിഞ്ഞാൽ ഞാൻ ലെഫ്റ്റ് ആവും അല്ലേ? എത്ര എന്താ പറഞ്ഞ കർണാനന്ദകരമായിട്ടുള്ള വാക്കുകൾ ഞാൻ പ്രയോഗിച്ചുകൊണ്ടിരുന്നാലും വേണ്ടില്ല, കുറെ കഴിയുമ്പം നിങ്ങൾ ലെഫ്റ്റ് ആവും. ഇത് സ്വഭാവ, പ്രകൃതിയുടെ സ്വഭാവ. ഒരേ കാര്യം ലിമിറ്റ് കൂടുതലൊന്നും ഒരു പരിധി, എല്ലാ കാര്യത്തിനും ഉണ്ടല്ലോ ലിമിറ്റേഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ അതൊക്കെ റിവിഷനാ, പുനരാവർത്തന സംഭവിക്കും. നമ്മളും പുനരാവർത്തന. നാളെ രണ്ടാമത് വന്നു കഴിഞ്ഞാൽ പിന്നെയും കേട്ടിരിക്കും, കുറച്ചു നേരം കേട്ടിരിക്കും. എന്നാൽ ഇനി കണ്ടിന്യൂസ് ആയിട്ട് 24 മണിക്കൂർ പറഞ്ഞേക്കാന്ന് വെച്ചാൽ അത് നടക്കില്ല. എല്ലാത്തിനും ഒരു സിസ്റ്റം ഉണ്ടെന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് അർജുനൻ ഏതായാലും പണ്ട് ആദ്യം ചോദിച്ച ആ സംശയത്തിന്റെ ഉത്തരം ദൃശ്യമാധ്യമത്തിലൂടെ കാണിച്ചു കൊടുത്തു ഭഗവാൻ. ദാ നിന്റെ സംശയം തീർത്തിരിക്കുന്നു. ആരൊക്കെയാ ചാവം പോണേ, ആരൊക്കെ ഇല്ലാതെയാകുന്നത്, ആരാണ് ജയിക്കുക, ആരാ തോക്കുന്നതെന്ന് കണ്ടോളാൻ പറഞ്ഞു, കാണിച്ചു കൊടുത്തു. ചില കാര്യങ്ങൾ ഭഗവാനിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാനും വേണ്ടില്ല, പിന്നെയും പോയിട്ട് കുർത്തക്കേട് ചെയ്യും. നമ്മൾ നിസ്സാര കാര്യങ്ങൾ പോലും നമ്മുടെ മനസാക്ഷി പ്രവർത്തിക്കുന്നുണ്ട്. സാധാരണ മനുഷ്യന് പോലും ഈ പറയുന്ന ജ്ഞാനം ഒന്നും ഇല്ലേലും വേണ്ടില്ല, നമ്മുടെ മനസാക്ഷി കൃത്യമായിട്ട് പ്രവർത്തിക്കും. നിങ്ങൾ കൃത്യമായിട്ട് കുറച്ച് ജപവും തപവും ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് മനസാക്ഷി എന്ന് പറയുന്നത് ഈശ്വരൻ സാക്ഷിയാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തെ പറ്റി ശരിക്കും അവബോധം മനസാക്ഷി രൂപത്തിൽ നിങ്ങൾക്കുണ്ടാകും. അത് നിങ്ങൾ അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചാൽ ഉറപ്പാണ് നിങ്ങൾക്ക് അത് പ്രശ്നമായിട്ട്. എനിക്ക് പല അനുഭവങ്ങളുണ്ട്. അത് പിന്നെ ആധ്യാത്മയിൽ വന്നതിന് ശേഷം ഒരുപാട് കാര്യമുണ്ട്. എന്തെങ്ങനെ വരാൻ പോകുന്ന നെഗറ്റീവ്സിനെ നമുക്ക് മുൻകൂട്ടി നമ്മുടെ ശരീരത്തിലൂടെയോ നമ്മുടെ ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ മനസ്സിലോ ഏതെങ്കിലും തരത്തിലൊക്കെ അതിൻ്റെ വിഘാതങ്ങൾ ഉണ്ടാക്കിയിട്ട് നെഗറ്റീവ് എനർജി കാണിച്ചു തരും നമുക്ക്. വിത്തിൻ 24 hours അതിൻ്റെ റിസൾട്ട് മാറി. നീ പോസിറ്റീവായിട്ട് എന്താ സംഭവിക്കണല്ലോ, അപ്പോൾ എനർജി ലെവൽ വ്യത്യാസം വരും. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒന്നും ഒരു കാര്യത്തിനും വേണ്ടിയിട്ട് പുറത്തേക്ക് തേടി അലഞ്ഞ് നടക്കൊന്നും വേണ്ട. നമ്മളിലുള്ള ഈശ്വരന്റെ ശക്തി അംശത്തെ ആക്ടിവേറ്റ് ചെയ്താൽ മതി എന്നർത്ഥം. അതാണ് ദൈവാധീനം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ആധീനം എന്തിനും വേണമല്ലോ. ഒരു വിളക്ക് കത്തിക്കണേ വരെ 4 കൂട്ടം കൊണ്ടെന്ന് വെച്ചാൽ വിളക്ക് കത്തുവോ? വിളക്കും എണ്ണയും തിരിയും തീപ്പെട്ടിയും കൊണ്ടെന്ന് വെച്ചാൽ വിളക്ക് കത്തുവോ? അത് കത്തിക്കാൻ മനസ്സ് വേണം. ആ മനസ്സാണ് ദൈവാധീനം. അപ്പൊ എന്ത് കാര്യത്തിൽ നമ്മളെ ചിന്തയിലെ വാക്കിലും പ്രവൃത്തിയും ഒക്കെ ദൈവാധീനം ഇല്ലാതെ, ആ ദൈവത്തിന്റെ സ്വാധീനം ഇല്ലാതെ ഒരു കാര്യം സാധ്യം, ഒരു ചലനവും നടക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ദൈവാധീനം നന്നായിട്ട് അർജുനന് കടാക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അർജുനന്റെ സംശയം തീർത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ദിവ്യ ദർശനത്തിൽ നീ എന്തൊക്കെ കാണാൻ ഇച്ഛിക്കുന്നോ, കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്നതും കൂടെ കാണിച്ചു കൊടുക്കുക. അവിടെ നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇവിടെ വിഷ്വലൈസ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഈ യുദ്ധം നടന്നാൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് അവിടെ സ്ക്രീൻഷോട്ട് കാണിച്ചു കൊടുക്കുക. മനസ്സിലായില്ലേ? ഈ ഭീഷ്മരും ദ്രോണരും ഒക്കെയാണ് വീരശൂര പരാക്രമം. ഇവരാണല്ലോ നെടുന്തൂണായിട്ട് നിൽക്കുന്നത്. ഇവർ 3 പേരും മരിക്കുന്നത് കാണിച്ചു കൊടുക്കുക. അതും ഭഗവാന്റെ വായിലേക്ക് ഇവര് തലയൊക്കെ ശിരസ്സും ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പ്രവേശിക്കുന്ന, ആകർഷിക്കപ്പെടുന്നതൊക്കെ തന്നിലേക്ക് ഭഗവാനിലേക്ക് ലയിക്കുന്നതൊക്കെ ഇവര് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് യഥാ നദീനാം ബഹുവാംബുവേഗ സമുദ്രമേവാ വിമുഖാദ്രവന്തി തഥാ തവാമി നർലോവീര വിശന്തി വക്രാണി ഭവിച്ചിടന്തി. നദീനാം ബഹു അമ്പുവേഗ, നദികളുടെ അനേകങ്ങളായിട്ടുള്ള നീരൊഴുക്കുകൾ, യഥാസമുദ്രം അഭിമുഖ ഏവാദ്രവന്തി, എപ്രകാരമാണോ സമുദ്രത്തെ അഭിമുഖമാക്കിക്കൊണ്ട് ഒഴുകുന്നത്, തഥാ അമ്മി നരലോകവീര, അപ്രകാരം മനുഷ്യലോകത്തിലെ ഈ വീരന്മാർ വിജ്വലന്തി, ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ വക്രാണി വിശന്തി, വായിലേക്ക് പ്രവേശിക്കുന്നു. നദികളുടെ അനേകങ്ങളായിരിക്കുന്ന ജലപ്രവാഹങ്ങൾ എപ്രകാരമാണോ സമുദ്ര
അഭ്യൂഹമായി തന്നെ ഒഴുകുന്നത്, അപ്രകാരം ഈ മനുഷ്യവീരന്മാർ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ വായിലേക്ക് പ്രവേശിക്കുന്നതായിട്ടും ഞാൻ കാണുന്നു. നദികളുടെ നദികൾ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശരീരത്തിലെ നാഡീഞരമ്പുകളിൽ ഒഴുകുന്ന ജലസ്രോതസ് പോലെയാണ്, രക്തം പോലെ ഒഴുകും. നമ്മുടെ ശരീരത്തിലെ നാഡീഞരമ്പുകളിലൂടെ ഒഴുകുന്ന ജലം പോലെയാണ് ഭഗവാന്റെ ശരീരത്തിലെ നാഡീഞരമ്പുകളാണ് നദികൾ. അനേകങ്ങളായിട്ടുള്ള ജലപ്രവാഹങ്ങൾ പോയി സമുദ്രത്തിലേക്ക് പതിക്കുന്നത് പോലെ, സമുദ്രത്തിന് അഭിമുഖമായി ഒഴുകുന്നത് പോലെ ഒഴുകുന്നു. അപ്രകാരം ഈ മനുഷ്യ വീരന്മാർ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ വായിലേക്ക് പ്രവേശിക്കുന്നു. സൃഷ്ടി, സ്ഥിതി, ലയം എന്ന് പറഞ്ഞാൽ ലയത്തിന്റെ അവസ്ഥ, 3 കാലങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളും ഒരേ സമയത്ത് അവസ്ഥാത്രയത്തെ കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പം ഇവിടെ ഭീഷ്മദ്രോണര് മാത്രമൊന്നുമല്ല, ഈ മനുഷ്യലോക ജീവപ്രാണികൾ മുഴുവൻ അവസ്ഥാത്രയത്തിൽ എങ്ങനെയാണോ സമുദ്രത്തിലേക്ക് പല വിധത്തിലുള്ള ശുദ്ധജലവും നദീജലവും ശുദ്ധജലവുമായും മലിനജലങ്ങളുമായിട്ടുള്ള നദീപ്രവാഹം പോയിട്ട് സമുദ്രത്തിലേക്ക് ചേരുന്ന പോലെ ഈ മനുഷ്യധാമന്മാരെല്ലാവരും കൂടെ അവസാനം ഭഗവാനിലേക്ക് പോയി ലയിക്കുന്നത് വരെ അർജുനെ കാണിച്ചു കൊടുക്കുക. അപ്പൊ കാലപരിധിക്കുള്ളിലല്ല ഈ വിശ്വരൂപ ദർശനം എന്നർത്ഥം. യഥാപ്രതീതം ജ്വലനം പതംഗ വിശന്തി നാശായ സമർത്ഥവേഗ തദൈവ നാശായ വിശന്തി ലോക തഥാപി വക്രാണി സമർത്ഥവേഗ. പതംഗ നാശായ ശലഭങ്ങൾ അഥവാ ഈയാമ്പാറ്റകൾ, സമർത്ഥവേഗ പ്രതീപ്തം ജ്വലനം യഥാവിശന്തി നാശത്തിനായിക്കൊണ്ട് അതിവേഗതയിൽ തന്നെ ജ്വലിക്കുന്ന അഗ്നിയിൽ പ്രവേശിക്കുന്നത് പോലെ, തഥാ അതേപോലെ, ഏവ ലോക അപി അപ്രകാരം തന്നെ ഈ ജനങ്ങളും നാശായ സമർത്ഥവേഗ നാശത്തിനായിക്കൊണ്ട് അതിലേക്ക് അതിവേഗത്തോടു കൂടിയവരായിട്ട് തവ വക്രാടി വിശന്തി അങ്ങയുടെ വായികളിൽ പ്രവേശിക്കുന്നു. ഈയാമ്പാറ്റകൾ ഏത് പ്രകാരം തങ്ങളുടെ നാശത്തിനായിക്കൊണ്ട് ജ്വലിക്കുന്ന അഗ്നിയിലേക്ക് അതിവേഗം ചെന്ന് ചാടുന്നു, അപ്രകാരം തന്നെയാണ് ഈ ജനങ്ങളും നശിക്കാനായിക്കൊണ്ട് അങ്ങയുടെ വായികളിൽ വേഗത്തിൽ പ്രവേശിക്കുന്നത്. നമ്മളെല്ലാം ഓടിക്കൊണ്ടേയിരിക്കുക. എങ്ങോട്ട്? ഭഗവാനിലേക്ക് ലയിക്കാൻ വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുക. നദി ഒഴുകി ജലപ്രവാഹം പോകുന്ന പോലെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. സമുദ്രാഭിമുഖമായി പായുന്ന നദികളുടെയും അഗ്നിജാലകളിലേക്ക് പായുന്ന ഈയാമ്പാറ്റകളുടെയും ദൃഷ്ടാന്തത്തിലൂടെ അചേതനങ്ങളും സചേതനങ്ങളുമായിരിക്കുന്ന എല്ലാറ്റിനെയും നേരിടുന്ന അനിവാര്യമായ അവസ്ഥയാണ് മരണം എന്ന് വ്യക്തമാക്കി. യാതസ്യഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യജ. നമ്മൾ ഓരോ നിമിഷവും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ബോണസാന്ന് വിചാരിച്ചോ. കഴിഞ്ഞ ദിവസം ഒരാളെ എന്താ പറഞ്ഞേ, നോർത്ത് ഇന്ത്യയിലാണ്, എവിടെ പോയി കറങ്ങിത്തിരിഞ്ഞ് അവസാനം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ബാഗൊക്കെ ഉണ്ട് കയ്യിൽ. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ കാത്തു നിൽക്കുക. ട്രെയിനിലും ചാരുബെഞ്ചിൽ ഇരിക്കുന്നുണ്ട്. ആരും അറിഞ്ഞില്ല, ഒറ്റയ്ക്കായിരിക്കുന്നത്. അവിടെ ഇരുന്നിട്ട് തീർന്നു ആള്. ട്രെയിൻ വന്ന് പോകാൻ വീട്ടിലേക്ക് എത്താനുള്ള സ്വപ്നം കണ്ടുകൊണ്ടാണ് എവിടെയൊക്കെ പോയി കറങ്ങി തിരിച്ചിട്ട് ബാഗൊക്കെ അടുത്ത് വെച്ചിട്ട് എന്നാൽ ട്രെയിൻ വരാൻ കുറച്ച് സമയം ഉണ്ടെന്നോർത്തുകൊണ്ട് ചാരുബെഞ്ചിൽ ചാരിയിരുന്നു. ചാരി ഇരുന്നതേ ഉള്ളൂ, പിന്നെ എണീറ്റിട്ടില്ല അവിടുന്ന്. അദ്ദേഹത്തിന്റെ ട്രെയിൻ അല്ലാതെ തന്നെ വന്നു. മനസ്സിലായില്ലേ? ഭാഗ്യം കൊണ്ടാകാൻ പറ്റില്ല, അവനവന്റെ ശരീരം കൊണ്ടാകാൻ പറ്റില്ല. അതിനു മുമ്പ് തന്നെ ആള് യാത്രയായി. അപ്പം ഒരു നിമിഷം കിട്ടിയാൽ അത് ബോണസാണെന്ന് കരുതിക്കോളാം, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാ ജീവജാലങ്ങളെയും എല്ലാ കാലത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോസസ്സ് ഓട്ടോമാറ്റിക്കാണ്, പ്രകൃത്യാ തന്നെ അനിവാര്യമായിരിക്കുന്ന അവസ്ഥയാണ് മരണമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ലേലീഹസ ഗ്രസമാന സമന്ത ലോകാൻ സമഗ്രാൻ വദനൈച്ചുലപ്പി തേജോ പിരപൂര ജഗത് സംസ്കംഭ അസസ്സുഗ്ര പ്രതിബന്ധ വിഷ്ണു. ജ്വലഭി വദനൈ ജ്വലിക്കുന്ന വായുകളെ കൊണ്ട് 4 പാടും, സമന്താത് സമഗ്രാൻ ലോകാൻ നിന്ന് സകല ലോകങ്ങളെയും, ഗ്രസമാന ലേലീഹസ്യ വിഴുങ്ങിയിട്ട് നക്കി നുണയുന്നത് പോലെ, വിഷ്ണു തവ ഉഗ്രഭാസ ഭഗവാൻ അങ്ങയുടെ ഉഗ്രദീപ്തികൾ, ജഗത്ത് സമഗ്രം തേജോഭി ലോകത്തെ മുഴുവൻ തേജസ്സുകൊണ്ട്
ആപൂര്യ പ്രതിപന്തി നിറച്ചിട്ട് തപിപ്പിക്കുന്ന പോലെ തോന്നുന്നു. അങ്ങ് ജ്വലിക്കുന്ന വായുകളാ നാലുപാടും നിന്ന് സകല ലോകങ്ങളെയും വിഴുങ്ങിയിട്ട്, അതായത് വിഴുങ്ങാന്ന് പറഞ്ഞാൽ രുചിക്കുന്നത് പോലെയാണ് അർജുനൻ കാണുന്നത്, നുണയുന്നത് പോലെ. അല്ലയോ വിശ്വയാപിൻ, അങ്ങയുടെ ഉഗ്രദീപ്തികൾ സകല ലോകത്തെയും തേജസ് കൊണ്ട് നിറച്ചിട്ട് തപിപ്പിക്കുന്ന പോലെ തോന്നുന്നു. ഈ ജ്ഞാനദൃഷ്ടി കിട്ടിയാല് പിന്നെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത് മുഴുവൻ ദൃശ്യമാധ്യമത്തിലൂടെ കാണുന്ന പോലെ നമ്മൾ കാണുകയാണ്. എങ്ങനെയാണ് ഭഗവാൻ ഇവരെയൊക്കെ നശിപ്പിച്ച് തന്നിലേക്ക് ചേർക്കുന്നത്? ആത്യന്തികമായിട്ട് നമ്മുടെയൊക്കെ അവസ്ഥ, ഈ അവസ്ഥാത്രയം സംഭവിച്ച് എല്ലാവരെയും കൽപ്പാന്തത്തിന്റെ അവസാനത്തെ തന്നിലേക്ക് തന്നെ വലിച്ചെടുക്കുന്ന അതേ പ്രദീപം ഇവിടെ, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നുള്ള സൃഷ്ടിസ്ഥിതി ലയം മുഴുവൻ പ്രത്യക്ഷത്തെ ഇവിടെ അർജുനെ കാണിച്ചു കൊടുക്കുകയാണ്. ഖ്യാഖികവും ഇനിയാണ് ചോദിക്കുന്നത്, ഇത്രയൊക്കെ വിശ്വരൂപം ഇത്രയൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ഭഗവാനോട് ചോദിക്കുകയാണ്, യഥാർത്ഥത്തിൽ അങ്ങ് ആരാണ്? ആഖ്യാഖിമേഘോ ഭവാൻ ഉഗ്രരൂപ നമസ്തുതേ ദേവ വരപ്രസീത വിജ്ഞാതുഭിച്ഛാമി ഭവന്തമാദ്യം നഖി പ്രജാനാഭി തവ പ്രവൃത്തി. ഈ ഉഗ്രരൂപ, ഘോരരൂപനായിരിക്കുന്ന അങ്ങ് ആരെന്ന് മേ ആഖ്യാഖി, എനിക്ക് പറഞ്ഞു തന്നാലും. നമ അസ്തു, അങ്ങയ്ക്ക് കോടി കോടി നമസ്കാരം. ദേവദേവേശ പ്രസീത, ഭഗവാനെ പ്രസാദിച്ചാലും. ആദ്യം ഭവന്തം, ആദിപുരുഷനായിരിക്കുന്ന ഭഗവാനെ വിജ്ഞാതുഭിച്ഛാമി, അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തവ പ്രവൃത്തിയും നഖി പ്രജാനാഭി, അങ്ങയുടെ പ്രവൃത്തിയെ ഞാൻ അറിയുന്നില്ല. ഘോരരൂപനായിരിക്കുന്ന അങ്ങ് ആരാണെന്ന് എനിക്ക് പറഞ്ഞു തന്നാലും. ഹേ ദേവദേവേശ, അങ്ങയ്ക്ക് നമസ്കാരം. പ്രസാദിച്ചാലും ആദിപുരുഷനായിരിക്കുന്ന അങ്ങയെ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ പ്രവൃത്തി, അങ്ങ് എന്താണെന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ചോദ്യം അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ ചോദ്യം നമ്മളോട് ചോദിക്കുന്നു. നമ്മുടെ ഉള്ളിലാ ഈ കാഴ്ചയൊക്കെ കാണുന്നു. അപ്പൊ നമ്മളാരാ? ഞാൻ ആരാന്ന് അന്വേഷിക്കാനുള്ള ഒരു പ്രേരണയാണ് ഇവിടെ അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങ് ആരാ? ഭഗവാന്റെ ശക്തി പകർന്നു കൊടുത്തിട്ടാണ് അർജുനൻ ഈ കാഴ്ചകളൊക്കെ കണ്ടതെങ്കിൽ ഭഗവാൻ ആരാണെന്ന് അറിഞ്ഞാൽ അത് തന്നെയല്ലേ നമ്മുടെ ഉള്ളിലെ കാണണേ. ഭഗവാൻ ദിവ്യദൃഷ്ടി നടത്തിയ ഭഗവാൻ വേറൊരു വിഷ്വലൈസ് ഒരു ടി വിക്ക് കാണാൻ വേണ്ടിയിട്ട് മറ്റൊരു ടി വി കാണിക്കല്ല ചെയ്യുന്നത്. കാരണം എന്താ? ഭഗവാൻ ദിവ്യം ദദാമി തേ ചക്ഷു എന്ന് പറഞ്ഞു. ആ ദിവ്യ ദൃഷ്ടി കൊടുത്തിട്ട് അർജുനൻ കണ്ടതൊക്കെ ഈശ്വരന്റെ ഭാവത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു അതല്ലേ കണ്ടത്. ഈ കാണാനുള്ള ശക്തി കൊടുത്തതാരാ? ഭഗവാൻ. അപ്പൊ കണ്ടതാരാ? ശക്തി കിട്ടിക്കഴിഞ്ഞപ്പോ കണ്ടതൊക്കെ എവിടുന്ന് കണ്ടു? ആര് കണ്ടു? എങ്ങനെ കണ്ടു? അവിടെ ഭഗവാന്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവിക്കുന്നോ അത് മുഴുവൻ തന്നിലൂടെ കണ്ടു. അപ്പൊ താനാരാ? അതൊന്ന് ആലോചിച്ചോളൂ. നിന്റെ ഉത്തരം നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഞാൻ ആരാന്ന് കണ്ടുപിടിക്കുക. അതാണ് അയ്യേ അതിസുലഭം എന്ന് രമണ മഹർഷി പറഞ്ഞു. അയ്യേ അതിസുലഭം. തൻ്റെ ഉള്ളിൽ ഉള്ള കാര്യം ഭഗവാൻ ഇപ്പൊ നമ്മളെ കാണിച്ചു തന്നു. അർജുനെ സംബന്ധിച്ച് പുറത്തുനിന്നൊന്നും കൊണ്ടുവന്നിട്ടൊന്നുമല്ല കാണിച്ചത്. നമുക്ക് ഈ മാംസചക്ഷുസുകളെ കൊണ്ടോ ഈ സ്ഥൂല ശരീരം കൊണ്ടോ കാണിക്കാൻ പറ്റാത്ത കാര്യം ഭഗവാൻ നമ്മളെ കാണിച്ചു തന്നെങ്കിൽ അത് എവിടെ കണ്ടു എന്ന് അന്വേഷിക്കൂ. എവിടെ കണ്ടത്? കണ്ടതാരാ? ഭഗവാനല്ലല്ലോ കണ്ടത്, നമ്മൾ തന്നെയല്ലേ കണ്ടത്. ആരുടെ ഉള്ളിൽ കണ്ടു? നമ്മുടെ ഉള്ളിൽ തന്നെ കണ്ടു. അപ്പൊ നമ്മളാരാ? ഈ ചോദ്യം ചോദിച്ചോളൂ. ഉത്തരം നമുക്ക് നാളെ കണ്ടെത്താം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം
നായനമാർഗേണ മഹിം മഹീഷാ ഗോബ്രാഹ്മണേഭ്യ ശുഭസ്തുത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം പീതാംബരം കരവിരാജ് ശംഖചക്രം കൗമോദകീം സരസ്യം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദകാശ്രം അതാലയേ ശവനശം ഹൃദി ഭാവയാമി. അതാലയേ ശവനശം ഹൃദി ഭാവയാമി. നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം ശാന്തി ശാന്തി ശാന്തി.